എഴുതിയ ലേഖനത്തിന്റെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനം വായിക്കണം, അത് ശ്രദ്ധയോടെ കേൾക്കണം, അതിൻ്റെ പൊരുൾ തിരിച്ചറിയണം. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ദൈവവചനത്തിന്റെ ശ്രേഷ്ഠത നമ്മളിൽ വെളിവാകുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം എടുക്കാമെങ്കിൽ, നെഹമ്യാവിന്റെ പുസ്തകം ഒന്നെടുക്കാമെങ്കിൽ അവിടെ നെഹമ്യാവ് ഇസ്രായേൽ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി വചനം വായിച്ച് കേൾപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. 8-ാം അധ്യായത്തിലാണ് വായിച്ച് തുടങ്ങുന്നത്. 8-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങിയ ഭാഗം 9-ാം അധ്യായത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു വലിയ കാര്യം സംഭവിക്കുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം നെഹമ്യാവ്: അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിന്റെ മുമ്പിലുള്ള വിശ്വാസസ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുപോയി. ഈ സംഭവം നിങ്ങൾക്ക് അറിയാമോ? അതായത് നെഹമ്യാവ് യെരുശലേം ദേവാലയത്തിന്റെ മതിൽ വീണ്ടും പണിയുകയാണ്. നെബൂഖദ്നേസർ രാജാവ് യെരുശലേം ദേവാലയം എല്ലാം നശിപ്പിച്ച് തീ വെച്ച് ചുട്ടുകളഞ്ഞു. അതിനുശേഷം 70 വർഷം അവർ ബാബേലിൽ പ്രവാസികളായി പാർത്തു. എന്നാൽ 70 വർഷത്തിനു ശേഷം പേർഷ്യൻ രാജാവായ കോരശ് യഹൂദന്മാരോട് സഹതാപം തോന്നി ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യഹൂദന്മാരെ മടക്കി അയക്കുകയാണ്. അങ്ങനെ സെറുബ്ബാബേൽ, എസ്രാ, നെഹമ്യാവ് എന്നീ പ്രധാനപ്പെട്ട ആൾക്കാരുടെ നേതൃത്വത്തിൽ 3 ഘട്ടങ്ങളിലായി വന്ന് യെരുശലേം ദേവാലയത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെഹമ്യാവിന്റെ കാലഘട്ടമായപ്പോഴേക്കും യെരുശലേം ദേവാലയത്തിന്റെ മതില് പണിയാണ്. അപ്പോൾ എസ്ര ന്യായപ്രമാണ പുസ്തകം കണ്ടെടുത്തിരുന്നു. ഈ ന്യായപ്രമാണം അന്ന് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു പതിവ്. ആരും വായിക്കാറില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. വായിച്ചിട്ടുണ്ടല്ലോ എന്നല്ല, വായിച്ചു കേൾപ്പിക്കുകയാണ്. പക്ഷെ വായിച്ചു കേൾക്കുമ്പോൾ ജനമെല്ലാം ആവേശത്തോടെ, വലിയ ആഗ്രഹത്തോടെ, പ്രത്യേകിച്ചും നെഹമ്യാവിന്റെ ഈ സമയത്ത് അവർക്കന്ന് ഭയങ്കര ദാഹമാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പത്രേ എന്നുള്ള അതേ ആവേശത്തോടു കൂടി. കാരണം 70 വർഷമായിട്ട് ഇവരുടെ മുമ്പിൽ ന്യായപ്രമാണമില്ല, തോറയില്ല. പുതിയ ഇസ്രായേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് വേദപുസ്തകമില്ല. ഇന്ന് നമുക്കിപ്പോ വേദപുസ്തകമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേദപുസ്തകം എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ദൈവത്തോട് സ്നേഹവും ദൈവാരാധനയുടെ താല്പര്യവും അതുപോലെ തന്നെ ന്യായപ്രമാണത്തോട് അത് അനുഷ്ഠിക്കുന്നതിനുള്ള ആവേശം ഉണ്ടായിരുന്നതിനാൽ ഇവർ ന്യായപ്രമാണത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയപ്പോൾ നെഹമ്യാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് താഴോട്ട് വായിക്കാം. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. ആഘോഷമായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുപോലെയാണ് നമ്മൾ ദേവാലയത്തിൽ എവങ്കേലിയം വായിക്കുമ്പോൾ ആഘോഷമായിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. ഹല്ലേലൂയ കീർത്തനങ്ങളൊക്കെ പാടി, സ്തുതികീർത്തനങ്ങളൊക്കെ ചൊല്ലി, മറുവാസുകൾ കിലുക്കി, മണികൾ അടിച്ച് സ്തുതിഗീതങ്ങൾ പാടി ശുശ്രൂഷക്കാരൻ ഇതുവരെ നിന്നതല്ല. ഇനിയും നാം മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തു കൊടുക്കണം. ഇനിയും വായിക്കാൻ പോകുന്നത് ഇതുവരെ വായിച്ച പോലല്ല, പൗലോസ്ലീഹയുടെ ലേഖനമല്ല, അപ്പോസ്തലന്മാരുടെ നടപടികളല്ല, നേരത്തെ വായിച്ച പഴയ നിയമമൊന്നുമല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള വചനത്തിന്റെ അറിയിപ്പിനെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് വളരെ ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. ആ ഒരു ബോധ്യത്തിൽ വേണം വചനം അല്ലെങ്കിൽ ഏവങ്കേലിയം വായിക്കുമ്പോൾ നമ്മൾ നിൽക്കുവാൻ. അതുകൊണ്ടാണ് സഭയിൽ എത്ര വയ്യാത്തവർ പോലും ഏവങ്കേലിയം വായിക്കുന്ന സമയത്ത് എഴുന്നേറ്റുള്ളൂ. ഇത് കർത്താവിന്റെ വചനമാണ് എന്ന് പറയുന്നത് പോലെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ
ശാസ്ത്രിയോട് പറഞ്ഞു, ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു. എന്നിട്ട് 3-ാം വാക്യം വായിച്ച്, നീർവാലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ആദ്യം വായിക്കുന്നത് സർവജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലതുഭാഗത്ത് മഥിത്യാവ്, അങ്ങനെ കുറെ പേര് ആ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവര് വായിച്ചിട്ട്, നിങ്ങൾ 8-ാം വാക്യത്തിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം വായിച്ചു നോക്കിയേ. ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം വായിക്കുന്നു, ജനം അത് ശ്രദ്ധയോടെ കേൾക്കുന്നു, എസ്രാ ശാസ്ത്രി പൊരുൾ തിരിച്ച് കൊടുക്കുന്നു. അങ്ങനെ പൊരുൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞത് അവർക്ക് അത് സ്വീകരിച്ചപ്പോൾ, അവരുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള അടുത്ത അധ്യായത്തിലാണ്. അതിനു മുമ്പ് വേറെ കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. അവർ യാമങ്ങൾ തോറും ഇത് വായിച്ചുകൊണ്ടിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. വാക്യമാണ്, എഴുന്നേറ്റ് നിന്നു. അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ന്യായപ്രമാണം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു യാമത്തോളം ശ്രദ്ധയോടെ, ഒരു യാമം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണിക്കൂറോളം വരും. 3 മണിക്കൂറോളം ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. നമുക്ക് യാമ പ്രാർത്ഥന ഉണ്ട് അല്ലെ, അത് 3 മണിക്കൂർ ഇടപെട്ടാണ്. 6-ാം മണി, 9-ാം മണി, ഉച്ച, പിന്നെ 3-ാം മണി എന്ന് പറയുന്ന രീതിയിൽ 3 മണിക്കൂർ ഇടപെട്ടാണ്. ഒരു യാമത്തോളം എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ ഇത് ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ 3 മണിക്കൂർ അവർ അനുദപിച്ചു. അപ്പോൾ നമ്മൾ ഈ നടത്തുന്ന ശുശ്രൂഷകളെല്ലാം അനുതാപത്തിലേക്കൂടെ നമ്മൾ എത്തിക്കണം. ദൈവങ്ങളെ, ഞാൻ നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയാം. നമ്മളിനി എത്രയെല്ലാം വചനം കേട്ടാലും, എൻ്റെ ജ്ഞാനം നിങ്ങളുടെ മുമ്പിലെല്ലാം വളർത്തിയാലും, നിങ്ങളുടെ ജ്ഞാനമെല്ലാം ഞാനിട്ടെടുത്താലും, എത്ര ആരാധന ഉണ്ടാലും നിങ്ങൾ അനുദപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കർത്താവ് ശുശ്രൂഷ തുടങ്ങിയത്, യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞു തുടങ്ങിയത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുകയും. ഇത് സംഭവിക്കണം. മാനസാന്തരപ്പെടാതെ നമുക്ക് വിശുദ്ധിയിലേക്ക് വളരുവാൻ സാധിക്കില്ല. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് പട്ടക്കാരന്റെ മുമ്പിൽ പോയി കുമ്പസാരിച്ച് മാനസാന്തരപ്പെടുന്ന കാര്യം മാത്രമല്ല. എവരിടെ നമുക്ക് മാനസാന്തരപ്പെടാനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പാപങ്ങൾ വന്ന് കയറുന്നുണ്ട്. വിശുദ്ധിയുടെ അളവുകൾ വർദ്ധിക്കുന്തോറും നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുദപിക്കണമെന്ന് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ തോന്നിയില്ല. നമുക്ക് അനുതാപമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് വിശുദ്ധി വന്നിട്ടില്ലെന്നാണ്. വിശുദ്ധി വന്നിട്ടില്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അത് ഈ ലോകത്തിൽ അതിന് വലിയ പ്രാധാന്യം ഇല്ലാന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിന്റെയൊക്കെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ മരണത്തോടടുക്കുമ്പോഴാണ്. മരണത്തോട് അടുത്തിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ വിശുദ്ധീകരിച്ചിട്ടുള്ള അനേക വിശുദ്ധന്മാർ തന്നെയാണ്. അവർക്ക് ദൈവം ഈ അശുദ്ധിയിൽ ജീവിച്ചവരുടെ മരണ അനുഭവം വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. പാത്രിപ്പിയുടെ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ അച്ഛനെ പറ്റി നൽകിയിട്ടുണ്ട്. പാത്രിപ്പിയോ, അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിതത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട്, പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആ മരണപ്രാളം എന്തുകൊണ്ടാണ് അവൻ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ വിശദീകരിച്ചു കൊടുത്തത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി, കാണാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താണ് ഈ മരണപ്രാളം എന്ന് പറഞ്ഞാൽ അർത്ഥം? അതായത് നമ്മൾ ഈ ലോകത്തോട് ചേർന്നിരിക്കുമ്പോൾ ഈ ലോകത്തെ വിടാൻ നമുക്ക് പ്രയാസമാണ്. ഇത് നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ ലോകം എന്റേതല്ല, എനിക്ക് ഈ ലോകമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നേരത്തെ നമ്മുടെ ഉള്ളിൽ കയറണം. എന്നിട്ട് ഈ ലോകത്തെ നമ്മൾ പതിയെ പതിയെ അകറ്റണം. നമ്മൾ അകറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് കുറഞ്ഞു വരും. സുഹൃത്തുക്കൾ കുറയും. ഇത് ദൈവം വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവന്റെ അടുത്ത് അല്ലെങ്കിൽ അവനിൽ നടക്കുന്ന ചില സ്പിരിച്വൽ പ്രക്രിയകളാണ്. അവൻ ഒറ്റപ്പെടും.
അവനെ ദൈവം മാറ്റുന്നതാണ്. അവന് ഇത് കൊള്ളത്തില്ലത്. അവനെ വിശദീകരിക്കാൻ വേണ്ടി അവനെ അകറ്റി അവനെ ഓരോ ദിവസവും അവന്റെ കണ്ണിൽ നിന്ന് ജലധാരകൾ വീഴത്തക്കവണ്ണം മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരത്തക്കവണ്ണം അവനെ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ ചിലപ്പോൾ മുള്ളുകളുണ്ടാവും, പറക്കാറുകളുണ്ടാവും, സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടാവും. ഏതായാലും എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുവാനുള്ള വകുപ്പ് വിശുദ്ധിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവന് ദൈവം ഉണ്ടാക്കി കൊടുക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കത് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് വിശുദ്ധിയിൽ വളർച്ച വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചെടി നട്ടാലേ അത് അവിടെ അങ്ങനെ നിന്നാൽ മതി, അത് വളരണ്ടേ. വളർന്നാലേ ഫലം കഴിക്കത്തുള്ളൂ. മാമോദിസയിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിത്ത് നട്ടിട്ടുണ്ട്. ആ വിത്ത് വളർന്ന് ഫലം കഴിക്കണം. വിത്ത് അതുപോലെ കിടന്നാൽ പോരാ. അത് ഒരു നാണയം കർത്താവ് ഏൽപ്പിച്ചവനെ പോലെയുള്ളൂ. ആ വെറുതെ കൊണ്ട് കുഴിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല, വളർത്തിയില്ല. 5 കിട്ടിയാൽ 10 ആക്കി, അല്ലേ? അല്ലെങ്കിൽ 10 കിട്ടിയാൽ 20 ആക്കി. 1 കിട്ടിയവൻ 2 ആക്കിയില്ല. അവനത് കുഴിച്ചിട്ടിട്ട് പറഞ്ഞു, നീ വിതയ്ക്കാത്തത് എടുക്കുകയും വിതറാത്തതിൽ നിന്ന് വാരികയും ചെയ്യുന്നവനാണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടതുകൊണ്ട് ഞാനത് ഭൂമിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. നീ തന്ന നാണയത അതുപോലെ ഇരിക്കുന്നു. ഇതുപോലെയാണ് മാമോദിസയിൽ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ നില. അങ്ങനെ തന്നെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കടക്കട പുറത്തെന്ന് പറയും. അതുപോലെ ഫലം എന്ത് കാഴ്ച, വരം എന്തെന്നുള്ളതല്ല ദൈവത്തിന്റെ വിഷയം. ഇപ്പൊ ഞാൻ ഇത്രയും പ്രസംഗിച്ചു, അതെനിക്ക് ഒരു വരമാണ്. നീ എത്രയും പ്രസംഗിച്ചു എന്നുള്ളതല്ല വിഷയം. നീ ഫലം കായ്ച്ചോ? ആത്മാവിന്റെ ഫലം നിന്നിൽ ഉണ്ടായിരുന്നോ? സ്നേഹം ഉണ്ടായിരുന്നോ? സന്തോഷം ഉണ്ടായിരുന്നോ? സമാധാനം നിന്റെ ഉള്ളിലുണ്ടോ? ക്ഷമിച്ചോ? ആരോടെങ്കിലൊക്കെ ക്ഷമിച്ചോ? ദയ തോന്നിയിട്ടുണ്ടോ? സൗമ്യനായിരുന്നോ? ഇന്ദ്രിയജയം പ്രാപിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കും. എളിമ, സൗമ്യത എന്നൊക്കെ പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉള്ള ഒരു സംഗതിയാണ്. എന്റെ വിചാരം ഞാൻ അത്യാവശ്യം എളിമയുള്ള ആളാണെന്നായിരുന്നു. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഒരാൾ നിന്നെ ശാസിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപദേശിക്കുമ്പോൾ ഉള്ളിൽ ഒരു ചെറിയ പ്രയാസം തോന്നുന്നുണ്ടോ? അതായത് ഇന്നത്തെ പ്രസംഗമേ അത് അങ്ങനെയല്ല പറയേണ്ടത്, ഒരാൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കാം, പിന്നെ നീ എന്നെ പഠിപ്പിക്കാൻ ആരാ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനാണ് ഏറ്റവും വലിയ അഹങ്കാരി എന്ന് മനസ്സിലായി. ഈ എളിമ എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും ഹയസ്റ്റ് വെർച്യു ആണ്. ഹയസ്റ്റ് വെർച്യു. നമ്മളെല്ലാവരുടെയും വിചാരം നമ്മൾ എളിമയുള്ളവരാണ്. കാരണം നമ്മുടെ പെരുമാറുന്നത് അങ്ങനെയാണ്. സ്വഭാവം അങ്ങനെയാണ്. പെരുമാറ്റവും സ്വഭാവവും വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു മായോ, ഒരടക്കോ, ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണ്. എന്റെ സ്വഭാവം എന്താണെന്നുള്ളത് എന്റെ മുറി വന്നാൽ അറിയാം, അല്ല എന്റെ കൂടെ ജീവിക്കുമ്പോഴേ അറിയാം. ഈ സ്വഭാവമാണ് മാറേണ്ടത്. അതാണ് ക്രിസ്തുവിനെ പോലെ ആകേണ്ടത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിന്റെ പെരുമാറ്റം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്നതാണ്. ക്രിസ്തുവിന്റെ ഭാവം അത് നമ്മളിൽ വന്നു ചേർന്ന് എപ്പം നോക്കിയാലും നമുക്ക് എളിമ, സന്തോഷം, സമാധാനം, ക്ഷമ. നിന്നോട് ക്ഷമിക്കുന്നവരോട് മാത്രം ക്ഷമിക്കുന്നത് അതല്ല, നിന്നോട് ദ്രോഹിക്കുന്നവനെ ക്ഷമിക്കുവാൻ ഉള്ള കൃപ നിനക്കുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വചനം കേട്ട് മാനസാന്തരത്തിലേക്ക് വന്ന് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ സംഭവിക്കുന്നതാണ്. 9-ാം അധ്യായത്തിൽ ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ 8-ാം വാക്യത്തിൽ നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. അപ്പോൾ ഈ ഒരു തലത്തിലേക്കൊക്കെ നമ്മുടെ വചന ധ്യാനങ്ങൾ ഉതകണം, ചെല്ലണം. നമ്മൾ കേട്ടേച്ച് മാത്രം പോയാൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം വായിച്ചോ. കേട്ടിട്ട് മാത്രം പോയാൽ ഒരു കുഴപ്പമുണ്ട്. അതെന്താ കുഴപ്പമെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
എങ്കിലോ വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ, അതായത് വചനം കേൾക്കുക മാത്രം ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. സെൽഫ് ഡിസീറ്റിംഗ് ആണ്. നിങ്ങൾ നിങ്ങളെ ചതിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി, പക്ഷെ ഒരു ഉറപ്പില്ല. പാറപ്പുറത്ത് വീണമില്ല. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പാറപ്പുറത്ത് വീണ വിത്ത് അങ്ങനെയുള്ളതാണ്. കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു, വേരില്ല, ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഈ കൂടി വരുന്നവർ എത്രയായാലും കൊള്ളാം, നമുക്കൊരു വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ താല്പര്യപ്പെടണം, ദാഹിക്കണം. കർത്താവ് അത്രയും മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ സ്വന്തമായി, കർത്താവ് നിങ്ങളിലും നിങ്ങൾ അവനിലുമായി. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അതിന് വിശുദ്ധി ആവശ്യമില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, തലത്തിലേക്ക് നമ്മൾ വളർന്നാൽ പിന്നെ നമ്മൾക്ക് യാതൊരു കാര്യത്തിലും ആകുലപ്പെടേണ്ടിയോ വ്യാകുലപ്പെടേണ്ടിയോ വരില്ല. നമുക്ക് ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ വിശ്വാസത്തിന്റെ കാര്യമായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ലേഖനം 1-6 വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. 6 പഠിച്ചു കഴിഞ്ഞു. അതായത് ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളിലെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, വിശ്വാസത്തിന് അനുസരണമുണ്ട്. പിന്നെ വിശ്വാസത്തിന് രണ്ടാമത്തെ കാര്യം എന്താണ്? സ്ഥിരതയുണ്ടാവണം. സ്ഥിരമായ വിശ്വാസം. അതിന്റെ വാക്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, അല്ലെ? പറഞ്ഞാലേ അതല്ല. അത് രണ്ടും ലഭിച്ചു കഴിയുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് ആ വിശ്വാസത്തിൽ വന്നു ചേരുന്ന ഒരു കാര്യമാണ് എന്ത്? വിശുദ്ധി, അതിവിശുദ്ധ വിശ്വാസം. യൂദായുടെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി തുടങ്ങുന്ന സമയത്ത് വിശ്വാസമുണ്ട്. മാമോദീസയിൽ ആ വിശ്വാസത്തിൽ നമ്മളായി, അല്ലെ? മാമോദീസയിൽ കർത്താവിനെ നമ്മൾ ഏറ്റുപറഞ്ഞു. മെസ്സിഹായെ ഞാൻ വിശ്വസിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ ഏറ്റു പറഞ്ഞത് നമ്മുടെ ആത്മാവിൽ അത് ഇൻപ്രിന്റഡ് ആണ്. ഒരു കുഞ്ഞിന്റെ ആത്മാവിലേക്ക് അത് കയറുകയാണ്. അവന് ബോധതലത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ എല്ലാ യാമപ്രാർത്ഥനയിലും നമ്മൾ കർത്താവിനെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം 7 നേരം വരെ നമ്മൾ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, പിതാവാം ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ഓരോ തവണയും ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഏറ്റു പറയുമ്പോൾ ആ കുഞ്ഞ് വളർന്നു വരുന്നതോറും ആ വിശ്വാസത്തിന് അനുസരണമുള്ളതാണ്. അതിന് എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 8 വാക്യം നോക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 8 വാക്യം തൊട്ട് ഒന്ന് വായിച്ചാൽ 1 വാക്യം തൊട്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ആ വചനത്തിന് ചെറിയ പെശകുണ്ട്. കേട്ടിട്ടുള്ളവർ പറയാമോ എന്താണ് എന്നുള്ളത്? വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നല്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഭാഷയുടെ പ്രശ്നമാണ്. എന്താ അവിടുത്തെ പ്രശ്നം? പലവട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ, ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? പറഞ്ഞാല് ഉദാഹരണം പറയാം. എനിക്കൊരു ചെറിയ വണ്ടിയുണ്ട്. കുറച്ചാളൊക്കെ ഓടിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ തോന്നി എനിക്കൊരു ബെൻസ് കാർ വേണം. അതെന്റെ എന്താണത്? മോഹം ആണ്, അല്ലെങ്കിൽ അതിനാണ് ആശ എന്ന് പറയുന്നത്. എന്റെ ആശയാണ് എനിക്കൊരു വലിയ വണ്ടി വേണം, വലിയ വീട് വേണം, എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണം, എല്ലാം വലിയ ക്രമമായിട്ട് ഈ ജീവിതത്തിൽ നല്ല നല്ല എടുപ്പും നിലവാരമൊക്കെ വേണം. ഇതെല്ലാം എന്റെ ആശയും മോഹങ്ങളുമാണ്. യൂറോപ്പ് കാണണം, അമേരിക്ക കാണണം. കർത്താവിന്റെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തോടുകൂടി. പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വചനെടുത്ത് നോക്കുകയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നല്ലോണം ഉറപ്പിലാണല്ലോ പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആശിക്കുന്നതിന്റെ ഉറപ്പല്ല വിശ്വാസം. ഭാഷയുടെ പ്രശ്നമാണ്. എന്താണെന്നറിയാമോ? ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഹോപ്പ് എന്നുള്ള വാക്ക്, ആശ എന്നുള്ള വാക്കിന്റെ തത്തുല്യമായിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് ഹോപ്പ് എന്നാണ്. ഹോപ്പ് എന്നുള്ളതിന്റെ മലയാളം എന്താണ്?
പ്രത്യാശ എന്നാണ്. ആശ എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഡിസയർ എന്നാണ്. ഡിസയർ, ആഗ്രഹിക്കുക. എനിക്കൊരു നല്ല ആൺകൊച്ചിനെ കല്യാണം കഴിക്കണം, അല്ല ആൺകുട്ടിയെ കല്യാണം കഴിക്കണം, അല്ല നല്ല സുന്ദരിയായ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം. എന്റെ ആശയാണ്. പ്രത്യാശ എന്താണ്? കാണുന്നതിനായിട്ടല്ല, കാണാത്തതിനായി നാം പ്രത്യാശിക്കുന്നത്. പഠിപ്പിക്കുമ്പോൾ പ്രത്യാശയെല്ലാം കാണുന്നതിലല്ല, പിന്നെയോ കാണാത്തതിലാണ്. അപ്പോൾ കാണാത്തത് എന്തൊക്കെയാണ്? ഒരെണ്ണം പറയാം. നിങ്ങൾ ഒരു പ്രത്യാശ പറയും. ഒരു പ്രത്യാശ പറയും. പറഞ്ഞോളൂ. ദൈവം ഉണ്ട്, അത് പ്രത്യാശയാണ്. ഇനി വേറെ പറയും. കുറച്ചും കൂടെ കോൺക്രീറ്റ് ആയിട്ടൊരു കാര്യം പറയൂ പ്രത്യാശയുമായിട്ട് ബന്ധപ്പെട്ട്. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ്, ഒരിക്കലല്ല കേട്ടോ, ഒന്ന് മാത്രമാണ്. സോറി, ഒന്ന് മാത്രമാണെന്നുള്ളതാണ് ശരി. സ്നാനം ഒന്ന്, വിശ്വാസം ഒന്ന്, മാമോദീസ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റ മാമോദീസേ ഉള്ളൂ. പലരും അത് ഒരിക്കൽ മാത്രമാകുന്നു എന്നാണ് പറയുന്നത്. ശരിയല്ലത്. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ എഴുപ്പിനും പരിപാലിക്കുന്നവരുടെ ലോകത്തിലെ പുതിയ ജീവനുമായിട്ട് ഞങ്ങൾ, അതൊരു പ്രത്യാശയാണ്. നോക്കി പാർക്കുന്ന പ്രത്യാശയാണ്. കർത്താവ് രണ്ടാമത് വരും, പ്രത്യാശയാണ്. മാലാഖമാർ ഇവിടെ ഉണ്ട്, നമ്മുടെ പ്രത്യാശയാണ്. അതാണ് വിശ്വാസം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. യേശുക്രിസ്തു ജീവനോടുകൂടി നമ്മുടെ ഇടയിൽ ഉണ്ട്, എന്റെ പ്രത്യാശയാണ്. അങ്ങനെ പ്രത്യാശിക്കുമ്പോൾ 8-ാം വാക്യം വായിച്ചേ. 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാതെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര തുടങ്ങി. അബ്രഹാം വിശ്വസിച്ചു, പക്ഷെ അത് നീതിയായി മാറിയപ്പോഴാണ് അനുസരിച്ചപ്പോഴാണ്. എനിക്ക് കർത്താവ് വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാര്യമില്ല. നിനക്കത് നീതിയായിട്ട് മാറണം. നിന്റെ ശരീരത്തിലും ആത്മാവിലും അതുപോലെ തന്നെ ദേഹിയിലും അതിന്റെ ആ വിശ്വാസത്തിന്റെ പാടുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കും. അങ്ങനെ അനുസരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം അനുസരിക്കണമെന്ന് തോന്നില്ല. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ പാപികളാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ സ്ഥിരതയോടെ കാത്തു സൂക്ഷിക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വിശ്വാസം സ്ഥിരതയോടെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ സ്ഥിരതയോട് കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ വിശ്വാസം വിശുദ്ധമായി മാറുന്നതാണ്. നിങ്ങൾ യൂദായ്ക്ക് എഴുതിയ ലേഖനം എടുത്തോളൂ. യൂദായ്ക്ക് എഴുതിയ ലേഖനം, വെളിപാടിന് തൊട്ട് മുമ്പ് യൂദായ്ക്ക് എഴുതിയ ലേഖനം ഒരധ്യായമേ ഉള്ളല്ലോ. ആ അധ്യായത്തിലെ എത്രാം വാക്യത്തിലാണ് അവിടെ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? അതായത് 20-ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അതെ, അതെങ്ങനെയാണ് അതിവിശുദ്ധമായത്? ഈ പ്രോസസ്സ് മൊത്തം കഴിഞ്ഞതുകൊണ്ടാണ്. ആദ്യം അവർ അനുസരിച്ചു, പിന്നെ അവർ അത് സ്ഥിരമാക്കി, അപ്പോൾ ദൈവം അതിനെ വിശുദ്ധമാക്കി. ഈ വിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ട് സംഭവിക്കുന്നത്. എന്താണ് നമ്മൾ പലതും വിശ്വസിച്ചിട്ട് ചോദിച്ചിട്ട് സംഭവിക്കാത്തത്? ഇത് വിശുദ്ധമായില്ല. വിശ്വാസത്തിന്റെ കുറവല്ല പ്രശ്നം. ഇതെന്തായില്ല? വിശ്വാസം വിശുദ്ധമായില്ല. വിശുദ്ധമാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ഒരാളെ സ്നേഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആൾ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുക. നിങ്ങൾക്ക് എന്നോട് വലിയ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നമുക്ക് തോന്നുന്ന പടി നടന്നിട്ട് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിശ്വാസപ്രമാണത്തിൽ ഏറ്റു പറഞ്ഞാൽ ഈ വിശ്വാസം സ്ഥിരമാകത്തില്ല, വിശുദ്ധമാകത്തില്ല. ഉള്ള വിശ്വാസത്തെ അനുസരിച്ച് അത് വളർത്തി, അത് സ്ഥിരതയാക്കി, അതിനെ വിശുദ്ധമാക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്നോട് പറയണം, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും
കാണാത്ത നാളുകൾ നിശ്ചയമാക്കിയാൽ കർത്താവെ, നീ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിവിശുദ്ധ വിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞതാകിയാൽ ദൈവത്തിന് അത് ചെയ്ത് തരാതിരിക്കാൻ പറ്റില്ല. കർത്താവിന്റെ വാഗ്ദത്തം അതാണ്. പക്ഷെ ഇത് മുഴുവൻ നമ്മൾ ആ മാമോദീസയിൽ കിട്ടിയ വിശ്വാസത്തിന്റെ ലെവലില് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഏകദേശം നമ്മൾ നോക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് താഴോട്ട് പഠിക്കാം. 8-ാം വാക്യം വീണ്ടും പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ച്, പൗലോസ് അപ്പോസ്തലൻ ആരോടാണ് പറയുന്നത്? റോമയിലുള്ള വിശ്വാസികളായ എല്ലാവരോടുമാണ്. ഇതിൽ ആരൊക്കെയുണ്ട്? ഇതിൽ യഹൂദനുണ്ട്, യവനനുണ്ട്. 2 പേരും കൂടെയാണ് പറയുന്നത്. എന്നാൽ പൗലോസ് ശ്ലീഹയ്ക്ക് പൊതുവെ പറയുമ്പോൾ പൗലോസ് ശ്ലീഹ യഹൂദനായതുകൊണ്ട് യഹൂദന്മാരെ ഒന്ന് ഊന്നി പറയുന്നുണ്ട്. നിങ്ങളോടെന്ന് പറയുമ്പോൾ യഹൂദനോടാണ് പ്രധാനമായിട്ട്. കാരണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, അവർ വന്നവരാണ്. എങ്കിലും പൊതുവെയാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസത്തേക്ക് പൗലോസ് ശ്ലീഹ ഇവിടെ വളരെയധികം ശ്ലാഘിക്കുകയാണ്. കാരണം അത് അതിവിശുദ്ധമാണെന്നുള്ള കാര്യം പൗലോസ് ശ്ലീഹയ്ക്ക് അറിയാം. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ്. ആ പ്രശ്നത്തെ സൗഖ്യമാക്കുവാൻ വേണ്ടി പൗലോസ് ശ്ലീഹ അവിടേക്ക് യാത്രയാകുന്ന മധ്യേ എഴുതിയതാണ് ഈ ലേഖനം. 9-ാം വാക്യം, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കുന്നതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പൗലോസ് ശ്ലീഹ റോമയിൽ ഈ സമയത്ത് പോയില്ല. അവസാനം റോമിൽ ചെന്നാണ് മരിക്കുന്നത്. റോമിലേക്കുള്ള യാത്രാമധ്യേ കപ്പൽ ഛേദത്തിലൊക്കെ അകപ്പെട്ട് വലിയ പ്രശ്നത്തിലൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് എങ്ങനെയെങ്കിലും അവിടെയുള്ള വിശ്വാസികളെ, അവരുടെ കാര്യങ്ങളെ, ദൈവിക മർമ്മങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയല്ല നിങ്ങളുടെ വിശ്വാസം കൊണ്ടുപോകേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി എല്ലാം കാച്ചിക്കുറുക്കി വളരെ സൂക്ഷ്മതയോടുകൂടി പെട്ടെന്ന് എഴുതി കൽപ്പച്ചേദത്തിന്റെ ഇടയിൽ ഹേബ എന്ന സ്ത്രീയുടെ അടുക്കൽ ഇത് കൊടുത്ത് അയക്കുകയാണ് ഉണ്ടായത്. പൗലോസിന് മനസ്സിലായി ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയന്നിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മരണഭയമല്ല, ഈ ആകുലതയാണ്, ഇങ്ങനെയുള്ള ആകുലതയാണ്. അത് നമ്മൾ താഴോട്ട് വരും. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡത്തിനല്ല കടക്കാരനാകുന്നെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾക്ക് മനസ്സിലാവും എന്താണ് ഈ ആകുലത എന്നുള്ള കാര്യം. അതായത് ഈ ആത്മീയമായ ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആഗ്രഹിച്ചത് നിർവഹിക്കുവാൻ സാധിക്കാഞ്ഞത് കൊണ്ടുള്ള ആ ഒരു വെപ്രാളം പൗലോസിനുണ്ട്. കാരണം ഇത് ഹേബയുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നുള്ളത് മാത്രമല്ല, ഹേബയ്ക്ക് മിക്കവാറും പൗലോസ് അവളോട് ഇതിന്റെ ഒരു മർമ്മവും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് പൗലോസിലേക്ക് അറിയാം. ഇത് വെറുതെ വായിച്ചു കഴിഞ്ഞാൽ ഈ യഹൂദന്മാർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല, യവനന്മാർക്ക് ഒട്ടും പിടി കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഹേബയോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് വളരെ വേഗം താൻ മരിക്കുമോ എന്ന് അല്പ ആകുലനായി എല്ലാം കാച്ചി കുറുക്കി ക്രക്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ എസ്രാ പൊരുൾ തിരിച്ചു കൊടുത്ത പോലെ നമ്മൾ പൊരുൾ തിരിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്കത് പ്രാർത്ഥിക്കാം. കർത്താവേ, പൊരുൾ തിരിച്ചു തരുവാനായിട്ട് പ്രിയപ്പെട്ട തോമസ് ജേക്കബ് സാറ് ഒന്ന് പ്രാർത്ഥിച്ചാൽ. തോമസ് സാർ. താഴേക്കുള്ള ഭാഗങ്ങൾ വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പൊരുളിലെ തിരിച്ചറിയുവാനായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിനെ യേശുക്രിസ്തു മുഖാന്തരം എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടത്
ആയിരിക്കണമെന്ന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കും. പൗലോസ് എപ്പോഴും താൻ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് ഒരു പുരോഹിതനായിരുന്നുവെന്ന് താൻ തന്നെ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പുരോഹിതന്മാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്നെ പോലെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങളെ എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, എല്ലാ പുരോഹിതന്മാർക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വമാണ് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് സഭയിലുള്ള വലിയൊരു മൂല്യച്യുതി എന്ന് പറയുന്നത് പുരോഹിതന്മാർ വീണുപോയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിശാചിന് പുരോഹിതന്മാരെ ഭയമാണ്. പോർഫീരിയോസ് പരിഷത്തിൽ പറയുന്നത് മാലാഖമാർക്ക് മുകളിലായി ആണ് പുരോഹിതന്മാരുടെ സ്ഥാനം. കാരണം ലൂസിഫറിന് കീഴെ ഒരു പുരോഹിതനെ ദൈവം നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ലൂസിഫറിനായിരുന്നു. അവന്റെ മേലെ സ്ഥാനം കൊടുത്ത് പുരോഹിതന്മാരെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പുരോഹിതന്മാരെ വീഴിച്ചാൽ ജനത്തെ മുഴുവൻ വീഴിക്കാൻ പറ്റും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരെല്ലാം ജഡീക ആസക്തികൾക്കും ജഡീക ആഗ്രഹങ്ങൾക്കും വശമതരാക്കിയാൽ അവർ വീഴുമെന്നറിയാവുന്നതുകൊണ്ട് ആ പ്രത്യേക ബലഹീന വശത്ത് തന്നെ അവൻ തൊട്ട് പുരോഹിതന്മാരെയെല്ലാം വീഴ്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. റിപ്പറേഷൻ പ്രയർ എന്ന് പറയും. റിപ്പറേഷൻ പ്രയർ കേട്ടിട്ടുണ്ടോ? അതായത് ഈ പോർഫീരിയോസ് എന്ന് പറയുന്ന വിശുദ്ധനാണ്. അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞു, എന്റെ ജനത്തെ നയിക്കേണ്ടവരെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം എടുത്ത് 3-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ എന്റെ ജനത്തെ നടത്തേണ്ടുന്നവർ നശിച്ചു പോയിരിക്കുന്നു എന്നൊരു വചനം. 3-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം എടുത്തോ, വാക്യം കണ്ടുപിടിച്ചോ. 3-ാം അധ്യായം അവസാനത്തെ ഭാഗം 12-ാം വാക്യം, അവസാന ഭാഗത്തിൽ 12-ാം വാക്യം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ, എന്നെ നടത്തുന്നവർ എന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴിയിൽ അവർ നശിപ്പിക്കും. ഇത് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു കാരണം ജനം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറന്നുപോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പുരോഹിതന്മാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അവർ ബലിപീഠത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന സ്ഥലത്തു നിന്ന് വരെ വലിച്ചടിച്ചുകൊണ്ട് അവരെ തല്ലുന്ന പ്രവണത എല്ലാ സഭകളിലും കണ്ടുകൊണ്ടിട്ടുണ്ട്. ഒരു പുരോഹിതൻ നിൽക്കുമ്പോൾ ബലി തുടങ്ങുന്നതിന് മുമ്പായി അത് മഹാപുരോഹിതനായാലും അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ ഒരു മാനമോ നാണമോ ഇല്ലാതെ ജനങ്ങൾ മുതിരുന്നത് ഭയത്തോടെ നമ്മൾ കാണണം. അത്രയ്ക്കും ജനത്തിന് അന്ധത പിശാച് വരുത്തിയിരിക്കും. പുരോഹിതന്മാരുടെ ഉള്ളിൽ ഈ ലോകത്തിനോടുള്ള ആസക്തി വർദ്ധിച്ചിട്ട് അവർക്ക് ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കും. സൈന്യങ്ങളിലെ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമാണെന്ന് മലാഖിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സൈന്യങ്ങളുടെ ദൈവത്തിന്റെ ദൂതനാണ് പുരോഹിതനെന്നും അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ആരെ കുറിച്ചുള്ള പരിജ്ഞാനം? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ക്രിസ്തു സ്നേഹം വർദ്ധിക്കാതെ ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനം വർദ്ധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പുരോഹിതന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള കടപ്പാടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഓരോ ഇടവകയിലുള്ളവരായിരിക്കും. നിങ്ങൾ എല്ലാ പുരോഹിതന്മാരെയും ഒരുമിച്ചൊന്ന് സാമൂഹിച്ച് പ്രാർത്ഥിക്കുന്നതോടെ അതോടൊപ്പം നിങ്ങളുടെ ഇടവകയിലെ വികാരിമാരെ പ്രത്യേകം ദൈവസന്നിധിയിൽ നിങ്ങൾ പേരെടുത്ത് ഓരോ സന്ധ്യയ്ക്കും
രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കും. എന്നാലേ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുകയുള്ളൂ. ജനം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുരോഹിതൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പുരോഹിതന് ചലഞ്ച് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ സർവ്വജനത്തിന്റെ പാപത്തെ വഹിക്കുകയാണ്. അപ്പോൾ അവന് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവൻ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചോദിക്കും, പല അച്ഛന്മാരുടെയും മക്കൾ എന്നാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. അതിനൊരു ആത്മീയ കാരണമാണ്. ഈ പുരോഹിതന്മാർ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരു വലിയ ഭാരമാണ്. എന്ത് ഭാരം? വിശുദ്ധ ബലി അർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ആത്മാവിന് വലിയ ഒരു തിളപ്പുണ്ടാവും. ആത്മാർത്ഥമായിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ, ദൈവ സാന്നിധ്യം നിറഞ്ഞ് കർത്തൃ സാന്നിധ്യത്തിന്റെ നിറവിലാണ് ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആത്മാവിന് ഭയങ്കര തിളപ്പുണ്ടാവും. പക്ഷേ ശരീരം തളർന്നു, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല ആ ദിവസത്തേക്ക്. അങ്ങനെയാണ്. കാരണം ആത്മാവിലകത്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരം വല്ലാതെ ക്ഷീണിക്കും. ഒന്ന് കിടക്കണമെന്ന് തോന്നും, ഉറങ്ങണമെന്ന് തോന്നും. ഉറങ്ങിയേക്കണമെന്നാണ് പറയുന്നത്. വിശുദ്ധന്മാർ പറയുന്നത് അങ്ങനെയാണ്. ഒരു വിശുദ്ധ കുർബാന ചൊല്ലുന്നത് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്ന് കിളയ്ക്കുന്നതിനേക്കാൾ ശരീരത്തിന് പ്രയത്നമാണ്. എങ്ങനെ അർപ്പിച്ചാൽ അത് തലേന്നോട്ടെ ഒരുങ്ങി, തലേന്നല്ല, ഒരു പുരോഹിതൻ എപ്പോൾ വേണമെങ്കിലും വിശുദ്ധ കുർബാന ചൊല്ലാൻ തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സദാസമയവും ഒരുങ്ങി നിൽക്കണം. അല്ലാതെ ഞായറാഴ്ച മാത്രം, ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച കുർബാന വരെയുള്ള ഒരുക്കമല്ല. അന്ന് വൈകിട്ടത്തെ സന്ധ്യാനമസ്കാരം തൊട്ട് അടുത്ത ശനിയാഴ്ച വരെയുള്ള സന്ധ്യാനമസ്കാരവും പ്രഭാത നമസ്കാരവും യാമപ്രാർത്ഥനകളും എല്ലാം അടുത്ത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. അങ്ങനെ പുരോഹിതൻ ഒരുങ്ങിയാൽ സ്വാഭാവികമായിട്ടും ആ അഗ്നിയിലേക്ക് ജനം ആകർഷിക്കപ്പെട്ടോളും. ഇതിപ്പോ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കരയുകയാണ്. പള്ളിയിൽ ആളുകൾ വരുന്നില്ല, ആരാധന എന്തോ പോലെ നടത്തിയിട്ട് പോകുന്നു. അത് കഴിഞ്ഞ ലേലം വിളിയും പുതിയോഗമൊക്കെ വലിയ കാര്യങ്ങളാണ്. അതിന്റെ ഒരു മർമ്മം ഇതിനകത്ത് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം പുരോഹിതന്മാരുടെ പേര് പറഞ്ഞു തന്നെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇടവകയിലെയും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവരുടെയും സഭ മുഴുവനുമുള്ള മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പൗലോസ് ഇവിടെ പറയാണ്. 10-ാം വാക്യം, എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഇതാണ് പറയുന്നത്. ഈ പൂർണ്ണമായ അർപ്പണ ആരാധന, ആത്മാവിലുള്ള ആരാധന. എന്താണ് ഈ ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന ആരാധനകളുടെ ആരാധനയായിട്ട് കാണുന്നവരാണ്, അല്ലെ? ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ആരാധനയാണ് എന്ത്? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കർത്താവ് ശമരിയാസ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ അറിഞ്ഞ് ആരാധിക്കണം. എന്തറിഞ്ഞ് ആരാധിക്കണം? അർത്ഥം അറിഞ്ഞ് ആരാധിക്കണമെന്നല്ല എന്റെ അർത്ഥം, കേട്ടോ. അർത്ഥം അറിഞ്ഞ് ആരാധിക്കണമെന്നല്ല. ഈ അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ വായിക്കുന്ന കാര്യവും ഞാൻ ചൊല്ലുന്ന കാര്യവും എല്ലാം അറിയണം. അറിയുന്നത് നല്ലതാണ്, പക്ഷെ അതല്ല. അത് ഞാൻ കാരണം പറഞ്ഞുതരാം. നല്ല ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമോ, ഒരു 60 വർഷം മുമ്പ് വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ജനിച്ചതിന് ശേഷമൊക്കെ വിശുദ്ധ കുർബാന മലയാളത്തിലായിട്ടുണ്ട്. എന്നാൽ എന്റെയൊക്കെ അപ്പന്റെ കാലഘട്ടത്തിൽ, അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് ആരാധന സുറിയാനിയിലായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ? മുഴുവൻ ഒരക്ഷരം പോലും മലയാളമില്ല. അന്നത്തെ അച്ഛന്മാർ സുറിയാനിയൊക്കെ വെള്ളം പോലെ ചൊല്ലുമായിരുന്നു. അന്ന് സെമിനാരി ഇല്ല. സെമിനാരി എന്ന് പറയുന്നത് പരിമല സെമിനാരി പോലെയുള്ള ഒരു ചെറിയ ഇടത്താവളങ്ങളാണ്. അവിടെ ആകെ പഠിപ്പിക്കുന്നത് എന്താണ്? സുറിയാനിയാണ്. സുറിയാനിയിൽ വേദപുസ്തകം വായിക്കുക, തക്സ പഠിപ്പിക്കുക, ആരാധന ക്രമം പഠിക്കുക. ഇതാണ് ഒരച്ഛനാകുന്നതിനുമുള്ള ഒരു കുഞ്ഞിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പരിപാടി. അതിന് വിശുദ്ധരായ കോറപ്പീസ്കോപ്പന്മാര്, മെത്രാച്ചന്മാര്, അന്നുള്ളവരെല്ലാം വിശുദ്ധരായിരുന്നു. അവരുടെ കീഴിൽ അച്ചടക്കത്തോട് നിന്നുകൊണ്ട് സുറിയാനി പഠിക്കുക, ആരാധന അർപ്പിക്കേണ്ടത് എന്താണെന്ന് പഠിക്കുക, യാമപ്രാർത്ഥനകൾ പഠിക്കുക, വേദപുസ്തകം വായിക്കുവാൻ പഠിക്കുക, പരിശീലിക്കുക, പ്രാർത്ഥിക്കുവാൻ പരിശീലിക്കുക. ഇതൊക്കെയാണ്. ഇന്ന് അതൊക്കെ മാറിയിട്ട് അക്കാഡമിക്കൽ ലെവലിലേക്ക് പോയി. അത് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ അങ്ങനെ പോയപ്പോൾ മറ്റേ വശം കുറഞ്ഞോ എന്നൊരു സംശയം. ഏത് വശം?
വിശുദ്ധി, വേദപുസ്ത ദിനം പ്രതിയുള്ള വായന. ഒരു പുരോഹിതന് ഒരു ദിവസം വേദപുസ്ത വായന മുടക്കിയാൽ അവിടെ പിശാച് കയറിയിരിക്കും, ഉറപ്പാണ്. ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പുരോഹിതനെ കണ്ടുമുട്ടി. ഒരുപാട് കാലത്തിന് ശേഷം കാണാൻ. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല, ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. ദൈവം പിടിച്ച് കീറിയപ്പോ എൻ്റെ ഇടപാട് തെറ്റി. അപ്പോൾ ഞാൻ പഴയതുപോലെ ആണെന്ന് വിചാരിച്ച് അദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛൻ റിയൽ എസ്റ്റേറ്റിലേക്കൊക്കെ നോക്കണം, കാശുണ്ടാക്കാൻ ഇതുപോലെ എളുപ്പമുള്ള മാർഗം. ഒരച്ഛനെ കാണുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കാണ്, എന്താണ് പ്രശ്നം? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലമാണ്. പഴയ കാലത്ത് സുറിയാനിയിലായിരുന്നു ആരാധന. ഇന്ന് അക്കാഡമിക് ലെവലിൽ കാര്യങ്ങളെല്ലാം അറിയുന്നത്. നിങ്ങളുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് ഉറപ്പാണ്. അവർക്കെല്ലാം ഞായറാഴ്ച ദേവാലയത്തിൽ പോകുവാനായിട്ട് ഒരു ജോഡി ഡ്രസ് ഉണ്ടായിരുന്നു. അവർ അത് വേറൊന്നിനും എടുക്കത്തില്ല. കുർബാന നടക്കുന്ന സുറിയാനിയില്ല കേട്ടോ, സുറിയാനിയിലാണ് പള്ളിയിൽ. ഒരു വക മനസ്സിലാവുന്നില്ല, ഒരു വക. പക്ഷെ ഇവര് വെളുപ്പിനേ പോയി നമസ്കാരത്തൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും, വെടികൊണ്ട പന്നിയെ പോലെ. എന്ന് ഞാൻ പറഞ്ഞാലും അവർ വെടികൊണ്ട പന്നിയെ പോലെ അല്ല നിൽക്കുന്നത്. അവർ അവിടെ ചെന്നാൽ അവർ ആത്മാവിൽ ദൈവത്തെ കാണും. ആരാധന കേട്ട് 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 അവരിത് മനഃപ്പാടമാക്കും. അവരെന്തോ ചൊല്ലുന്നു, പക്ഷെ അകത്തെ ആത്മാവിന്റെ ബോധതലത്തിൽ അവർ കർത്താവിനെ കാണും. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച നോക്കിയിരിക്കുക ഓടാൻ പള്ളിയിലേക്ക്. അമ്മച്ചിമാരൊക്കെ അങ്ങനെയാണ്, എല്ലാ അമ്മച്ചിമാരും. എൻ്റെ അമ്മച്ചിന്ന് മാത്രം നിങ്ങളെല്ലാവരും അമ്മച്ചിമാരങ്ങനെയാണ്. രാവിലെ എണീച്ച് പള്ളിയിൽ പോകും, ഒരു ചട്ടയും ഒക്കെ ഇട്ട് പുറകിൽ ഒരു വായൊരു സാധനമൊക്കെ തൂക്കി ഇല്ലേ, പോവും. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക, ആ എലുമ്പിച്ച കൈ, തൊലിയൊക്കെ ചുളുങ്ങി, എല്ലൊക്കെ വെളി കാണാൻ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെ. ആ നിപ്പ് കണ്ടാ അറിയാം. ഇന്നോ എന്ത് പറ്റി? എല്ലാം അറിയാം എല്ലാവർക്കും. വെളി പറഞ്ഞവൻ ഈശോ അതിന് വെളിവേർ കാണുന്നു അറിയാം. ഇതിന്റെ അർത്ഥം അറിഞ്ഞു. വെളിവീരടിയാൽ അഖിലാധാരമതാ വെളിവിന് അറിയാം, അർത്ഥം അറിയാം. എന്നും സ്തുതിനിൻ കനിവിന് കനിവേറും രക്ഷകന് അർത്ഥം അറിയാം. പക്ഷെ പാട്ടൊരു വഴിക്ക് പോവും, ചിന്ത വേറെ വഴിക്ക് നിൽക്കുന്നതാണ്, കർത്താവിനെ മാത്രം കാണുന്നില്ല. അപ്പോൾ അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാൻ മാത്രമല്ല, അർത്ഥം അറിയുന്നത് കർത്താവിനെ അന്ന് അമ്മച്ചിമാർ കണ്ടതിനേക്കാൾ കൂടുതൽ പ്രാഭവത്തോട് കാണാനാണ്. പക്ഷെ ഇപ്പൊ അർത്ഥം അറിഞ്ഞപ്പോഴത്തേക്ക് അർത്ഥത്തിലെ അർത്ഥങ്ങൾ അന്വേഷിച്ച് അവിടെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെയായിരുന്നു എഴുതേണ്ടത്, ഇത് അങ്ങനെയല്ലേ, ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് പൗലോസ് പറയാണ്, ആത്മാവിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ആത്മാവിൽ ആരാധിച്ചത്? ആത്മാവിൽ ആരാധിക്കുന്ന ആരാധന അറിഞ്ഞുള്ള ആരാധനയാണ്, കർത്താവിനെ കണ്ടുള്ള ആരാധനയാണ്. അത് ജീവനുള്ള ആരാധനയാണ്, അല്ലെ? ജീവനുള്ള ആരാധനയാണ്, തേജസ്സുള്ള ആരാധന. ആത്മാവിലുള്ള ആരാധനയ്ക്ക് ഈ 3 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ ആരാധനയിൽ നമുക്ക് ശ്രദ്ധ കിട്ടില്ല. ആരാധന കഴിഞ്ഞു വരുന്ന പൊതുയോഗത്തിൽ ആരാധന നടന്ന സ്ഥലത്ത് തന്നെ നമ്മൾ അശുദ്ധമാണ്. ദേവാലയത്തിനകത്താണ് ഇപ്പോൾ അശുദ്ധി, പുറത്തല്ല. സംഖ്യാപുസ്തകത്തിൽ പാളയത്തിനകത്ത് അശുദ്ധി കൊണ്ടുവന്ന ഒരുവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പാളയത്തിനകത്തേക്ക് വേശ്യാവൃത്തി പണ്ട് പുറത്തായിരുന്നു. അവിടെയാണ് ഫിനെഹാസ് ഓടിച്ചെന്ന് കുന്തമെടുത്തവനെ കുത്തി ശിക്ഷ നടപ്പാക്കി. അങ്ങനെ അവിടെ നീതി നടപ്പാക്കിയെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ
നിർത്തലാക്കുകയും ചെയ്തുവെന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതും ഈ ആളെയും ആ സ്ത്രീയെയും കുന്തത്തിൽ കുത്തി കൊന്നപ്പോഴാണ്. നേരത്തെ പാളയത്തിന് പുറത്ത്, ഇപ്പോൾ പാളയത്തിനകത്തായി. ഇന്ന് ദേവാലയത്തിനകത്താണ് അശുദ്ധി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുന്തം നമ്മുടെ ഉള്ളിൽ കയറാത്തെന്നറിയാം? ഒരുത്തൻ കുന്തം കൊണ്ട് അവിടെ കിടപ്പുണ്ടോ? അതുകൊണ്ടാണ്. ഒരുത്തൻ കുന്തമേറ്റ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ അഹങ്കാരം എല്ലാം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പറയാണ്, പിതാവേ വെയിറ്റ് നോക്കട്ടെ, അവനെ ഞാൻ നന്നാക്കുമോ നോക്കട്ടെ, അല്ലേ? സത്യനമസ്കാരത്തിൽ ഇങ്ങനെ പാട്ട് തന്നെയാണ്. നാഥൻ മൃദുരടിയുറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെയോ തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനാൽ കൈപ്പും ഒടിച്ചേ ഞാൻ നഗ്നതയാ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ മോദിക്ക വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ മൂന്നാം നാൾ ജീവിച്ചാൻ കബറിലെഴുന്നേറ്റാൻ പാപത്തെ കൊലയാക്കുന്നോൻ മൃതിയാൽ ക്രോപകൾ കുന്തം താനേറ്റ് കുന്തത്താൽ നീക്കി. അതായത് ഏദൻ തോട്ടത്തിൽ ക്രോപകളെ കുന്തത്താൽ നിർത്തിയിരിക്കുകയാണ്, എരിയുന്ന കറങ്ങുന്ന വാളമായിട്ട്. നമ്മളിപ്പോൾ പാപം ചെയ്താൽ ക്രോപകൾക്ക് അധികാരമുണ്ടായിരുന്നു നമ്മളെ കുത്താൻ. പക്ഷേ അത് നീ പറയാൻ വയ്യ. അവന്റെ ചങ്കിൽ കയറ്റിയിട്ട് അവൻ പറഞ്ഞു, എന്റെ മക്കളെ കുത്തണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. പക്ഷെ ഈ വെയിറ്റിങ്ങിന് ഒരു അവധിയുണ്ട് കേട്ടോ, അവധിയുണ്ട്. അത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ ദൈവം അനുവദിക്കത്തില്ല. വിശുദ്ധ സ്ഥലം വരെ ആയിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചത്, വിശുദ്ധ സ്ഥലം വരെ. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ, കാരണം ഇത് നമ്മെ മാറ്റല്ല, അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം മാത്രമേ ഉള്ളൂ. അവിടെ അശുദ്ധി ഒരു രീതിയിലും ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ താഴോട്ട് പഠിക്കും. അതാണ് ഈ റോമാലേഖനം മുഴുവൻ ഈ കാര്യം. നിങ്ങൾ 8-ാം അധ്യായം വരെ ഞാൻ പറഞ്ഞില്ലേ, 7-ാം അധ്യായം ആവുമ്പോഴേക്കും ഒന്നുകിൽ നിങ്ങൾ ആ രീതി വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യും. ഇത് എന്നാ ഇത് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷെ അവിടെയാണ് പൗലോസ് വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. അതിലേക്കൊക്കെ വരാൻ ഒരുപാട് സമയം എടുക്കും. എല്ലാം പതിയെ പഠിച്ചു പോകണം. അപ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനയ്ക്ക് അത് ജീവനുള്ള ആരാധനയാണ്. അത് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മൾ അറിയണം. ആരാധിക്കുമ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ കർത്തൃ സാന്നിധ്യം അറിയണം. കർത്താവ് അടുത്ത് വന്നിരിക്കും. അല്ലാതെ ചുമ്മാ വേദപുസ്തകം എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിച്ചു പോകാതെ കർത്താവ് എൻ്റെ അടുത്ത് വന്നിരിക്കും. ഞാൻ ഈ വായിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയണം. അത് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചു കഴിയുമ്പോൾ കർത്താവിന് എവിടെയെങ്കിലും വന്നിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കഴിഞ്ഞ ഇത് വേദപുസ്തകം വായിച്ചാൽ കർത്താവ് വന്നിരിക്കാൻ സാധ്യത കുറവാണ്. കർത്താവിന് വിശുദ്ധി, ക്ലെൻലിനെസ്, ഇത് രണ്ടും. വിശുദ്ധിയും ക്ലെൻലിനെസ്സും, ശുദ്ധിയും വിശുദ്ധിയും രണ്ടും രണ്ടാണ്. ശുദ്ധിയും വിശുദ്ധിയും. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എല്ലാം ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കണം, ക്രമീകൃതമായിരിക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാവരും അവിടെ ഇരിക്കേ എന്നാണ് പറഞ്ഞത്. പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുത്താൻ പറഞ്ഞു. വിശുദ്ധ കുർബാന എഴുതാൻ വേണ്ടി മാളിക മുറി വിരിച്ചൊരുക്കുവാൻ പറഞ്ഞു. ചുമ്മാ ഒന്നും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റില്ല. ചുമ്മാ ഇരുന്ന് വേദപുസ്തകം വായിക്കാനും പാടില്ല. വേദപുസ്തകം വായിക്കാൻ നിങ്ങളുടെ 4 അടി വീതിയുള്ള മുറിയാണെങ്കിൽ അതിനകത്ത് 1 അടിക്ക് സ്ഥലമുണ്ടാകും. അവിടെ വേദപുസ്തകവും കർത്താവിന്റെ
ദേശത്തിന്റെ സ്പേസ് ആണ് ദേവാലയം. അതായത് ദേശത്തിലെ സ്പേസ് ആണ് ഈ ദേവാലയം നിൽക്കുന്ന സ്ഥലം. ആ ദേവാലയത്തിന്റെ സ്പേസിനകത്താണ് ദേവാലയം എന്ന് പറഞ്ഞ ചെറിയ സ്പേസ്. അതിനകത്തെ ശുദ്ധ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിന് ഉള്ളിൽ ആത്മാവിൽ കർത്താവിന് മാത്രം ഒരു സ്പേസ്. അങ്ങനെ ആകുമ്പോൾ അതിൽ നിന്ന് എപ്പോഴും ശക്തി വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ശരീരം മുഴുവൻ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കർത്താവിന്റെ രക്തം ആത്മാവിനെ ശരീരത്തെ ശുദ്ധീകരിക്കും. ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം ശരീരത്തെ മാത്രമേ ശുദ്ധീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഹൃദയസ്ഥാനത്ത് കർത്താവിനെ വയ്ക്കണമെന്ന് പറയുന്നത്. ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള രക്തം കർത്താവിന്റെ രക്തത്തിനും, ശരീരത്തെ ശുദ്ധീകരിക്കുന്ന രക്തം ഹൃദയത്തിനും. പിന്നെ രണ്ടിനെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് കർത്താവിന്റെ രക്തം. എന്ന് പറയുന്ന പോലെ നമ്മളുടെ വീടിനുള്ളിൽ ഒരു ചെറിയ സ്പേസ്, പ്രാർത്ഥിക്കാൻ മാത്രം. അവിടെ ദിവസം വായിക്കണം, എന്നും രാവിലെയും വൈകിട്ടും അവിടെ വന്നിരുന്നാൽ കർത്താവ് നിന്റെ കൂടെ വന്നിരിക്കും. എന്തും പറയാം, ചിരിക്കാം, അട്ടഹസിക്കാം, പിച്ച, മാന്താം, എന്ത് വരച്ച് മടി കയറിയിരിക്കാം, തൊളകയറിയിരിക്കാം, വർത്താനം പറയാം. ഇതിനെല്ലാവരെയായിട്ട് കുറച്ച് കഴിയുമ്പോൾ കർത്താവ് മർമ്മങ്ങൾ പറഞ്ഞു. അങ്ങനെ മർമ്മങ്ങൾ നമുക്ക് തന്നെ കിട്ടിത്തുടങ്ങും. പിന്നെ നിങ്ങളിവിടെ പ്രസംഗം കേൾക്കാൻ പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് കിട്ടിയാൽ പിന്നെ എന്തിനാണ് അവിടെ ഇടയ്ക്ക് പോകും? നേരിട്ട് പറഞ്ഞു തരുമല്ലോ. കുത്തിയിരിക്കണം, പക്ഷെ കുത്തിയിരിക്കണം. ശരീരം സമ്മതിക്കത്തില്ല, അതാണ് പ്രശ്നം. ശരീരം പറയും, ഓ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്, കർത്താവിന് ഇതെല്ലാം അറിയാം. നമ്മൾ ന്യായീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ദൈവത്തിന് എൻ്റെ ബലഹീനത അറിയാം. പിശാച് കൊണ്ട് തരുന്ന ഒരു വലിയ സൂത്രമാണ്. എനിക്ക് ബലഹീനതയുണ്ട്, ഞാൻ ബലഹീനാണ്, ആ ബലഹീനത ദൈവത്തിനറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ന്യായീകരിക്കും. പിശാചിന്റെ തന്ത്രമാണ്. ബലഹീനതയുണ്ടെന്നുള്ള കർത്താവിനറിയാം, ഈ ജഡം ബലഹീനമാണെന്ന് അറിയാം എന്ന് കണ്ട് ആ ബലഹീനതയെ മുതലാക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ് പറഞ്ഞത്. അതിനൊരാളെ തന്നിട്ടുണ്ട്. ഈ ആളിനെ കൊണ്ടുപിടിക്കാതെ ബലഹീനനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ബലഹീനതകളെല്ലാം നമ്മൾ ചെയ്തോണ്ടിരിക്കുക. അടുത്തിടയിൽ മേലപ്രായില് ആശ്രമത്തിലൊരു സഹോദരൻ വന്നു. അവൻ പറയുന്ന അച്ഛന് ഭയങ്കര ബലഹീനതയാണ്. അവന് ജഡീക സുഖം, അതായത് ഞങ്ങൾ തുറന്നു പറയാണ്, മാസ്റ്റർബേഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവൻ തന്നെ പറയാണ്, കർത്താവ് ക്ഷമിക്കാതിരിക്കട്ടോ അച്ഛൻ, എന്റെ ബലഹീനതയാണ്, എനിക്ക് പറ്റില്ല. അത് പിശാച് കൊണ്ട് തരുന്ന ചിന്തയാണ്. ഇതില്ലാതെ പറ്റില്ല. ഈ ജഡത്തെ തോൽപ്പിക്കാനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അതിനാദ്യം ജഡത്തെ വഴക്കി എടുക്കണം. മിലിറ്ററി ട്രെയിനിങ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നീട് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കർത്താവ് ഇറങ്ങി അവിടെ ഇവിടെ കയറി എല്ലാം വെട്ടിക്കൊള്ളും. അതായത് ഇപ്പൊ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായ ചില നിഷ്ഠകളുണ്ട്. രാവിലെ 4 മണിക്ക് എണീക്കണം, കുളിച്ചെല്ലാം റെഡിയാവണം, അല്പസമയം യോഗ ചെയ്യണം, പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങണം. റിഗറസ് ട്രെയിനിങ് ആണ് 8 മണി വരെ. അവന്റെ പരിപ്പിളകും. അങ്ങനെ ബോഡിയെല്ലാം ഫിറ്റ് ആക്കണം. എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിന് വേണ്ടിയാണ്. അപ്പോൾ 4 മണിക്ക് എണീക്കാൻ മണിയടിക്കും. സെമിനാറിൽ ഞങ്ങൾ അങ്ങനെയാണ്. നമസ്കാരത്തിന് 5 മണിക്ക് പള്ളിയിൽ കയറാൻ 4:30 ബെല്ലടിക്കും. ആ സമയങ്ങളിലും അങ്ങനെയാണ്. ഈ പരിശീലിക്കുന്ന പട്ടാളക്കാരൻ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ മണിയടിയൊന്നുമില്ല. അത് അന്നേരത്തെ തന്ത്രം അനുസരിച്ച് വെട്ടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് ട്രെയിനിങ് എടുക്കുവാൻ, ശരീരത്തെ വെഴുക്കുവാൻ അവൻ ഈ ബുദ്ധിമുട്ട് ആദ്യം എടുക്കണം. പിന്നീട് യുദ്ധം വരുമ്പോൾ ഈ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് ആദ്യം നമ്മുടെ മടുപ്പിനെ നമ്മൾ ബോധപൂർവം തടഞ്ഞ് ദൈവസന്നിധിയിൽ ശരീരത്തെ കൊണ്ട് ഇരുത്തണം. എന്നിട്ട് ശരീരത്തെ പതുക്കെ നമ്മൾ മെഴുക്കിയെടുക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി പതിയെ പൊട്ടിയടിക്കൊന്നും ഇത് ഇറങ്ങത്തില്ല. ചില സഹോദരന്മാർ പറയും, ഇന്നിപ്പോ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, നിങ്ങൾ വിചാരിക്കുക വേണ്ട. നമ്മളൊരു 2-3 മാസമൊക്കെ ശരീരത്തെ ശരിക്കും കൊണ്ട് മെഴുക്കിയെടുത്ത് ദൈവസന്നിധിയിൽ ഇരുത്തിയാൽ ആത്മാവിൽ
ഇരിപ്പുണ്ട്. വന്നു തുടങ്ങിയല്ല, മാമോദീസയിൽ കിട്ടിയ പ്രകാശം അവിടെ ഇരിപ്പുണ്ട്. ഈ ശരീരം കാരണം ഇത് പുറത്തേക്ക് വന്നില്ല. ഇപ്പോൾ ശരീരത്തെ നമ്മുടെ ബോധ ഹൃദയ വിചാര മണ്ഡലങ്ങൾ ആത്മാവുമായിട്ട് ചേർന്ന് ശരീരത്തെ അഭ്യസിപ്പിക്കുകയാണ്. ഇച്ചിരി പെയിനാണ്, രാവിലെ എണീക്കണം. പട്ടാളക്കാരന് അത് പ്രയാസമാണ്. സെമിനാരി പഠിക്കാൻ ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടിക്ക് അത് പ്രയാസമാണ്. അവൻ വെളുപ്പിനെ 5 മണി കണ്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്ന് എണീച്ചേ പറ്റത്തുള്ളൂ. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അറ്റൻഡൻസ് ഉണ്ട്, അവിടെ വന്നില്ല റൂമിൽ വരും. അതാണ് അവസ്ഥ. എന്തിനാണ് അത് ചെയ്യിപ്പിക്കുന്നത്? നീ കളത്തിലിറങ്ങുമ്പോൾ ഇത് നിന്റെ ശരീരം ബൈ ഡീഫോൾട്ട് നാച്ചുറലായിട്ട് ചെയ്യണം. കാരണം ഈ ശരീരത്തെ ദണ്ഡിപ്പിക്കാതെ സാധ്യമല്ല. 1 Corinthians 9:27 1 Corinthians 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതെ ഇരിക്കേണ്ടതെന്ന് ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അറിയുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ദ്രോഹിക്കണമെന്നല്ല, പക്ഷെ ആത്മീയ ശിക്ഷണത്തിനായിട്ട്, ആത്മീയതയുടെ ഉയർപ്പിനായിട്ട് ശരീരത്തെ നിയന്ത്രിക്കാതെ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ദൈവപ്രസാദവും ദൈവിക ആത്മവ്യാപാരം ഉള്ളിൽ തിരിച്ചറിയുവാനും സാധിക്കത്തില്ല ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താതെ. അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ചു നിർത്തുമ്പോൾ പതിയെ പതിയെ ആത്മാവിൽ നിന്ന് ശോഭ ശരീരത്തിലേക്ക് വ്യാപിക്കും. അങ്ങനെ വ്യാപിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോഴത്തേന് ശരീരം തന്നെ ഇങ്ങോട്ട് പറയും, ഇത് കൊള്ളാന്നൊക്കെ എഴുതിയിട്ട് ഇന്ന് വചനം വായിക്കാതെ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിന് പോലെ അനുഭവം. മറ്റേ ആത്മാവിനെ ഉണ്ടായിരുന്നു, മനസ്സിലായോ? മറ്റേ ആത്മാവിന് ആ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. ആത്മാവിന് കിട്ടേണ്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആത്മാവിന് ബുദ്ധിമുട്ടുണ്ട്. ശരീരത്തിന് കിട്ടേണ്ട ഭക്ഷണം ശരീരത്തിന് കിട്ടാതിരുന്നാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ളതുപോലെ ആത്മാവിന്റെ ഭക്ഷണം, വചനമാകുന്ന ഭക്ഷണം, പ്രാർത്ഥനയാകുന്ന ഭക്ഷണം, ആരാധനയാകുന്ന ഭക്ഷണം, അത് ആത്മാവിന് കൊടുത്തില്ലെങ്കിൽ ആത്മാവിന് ബുദ്ധിമുട്ടുണ്ട്. അത് പക്ഷെ ശരീരത്തിന്റെ ഈ ജഡാഭിലാഷ കാരണം ആത്മാവിലെ ആ ഞരക്കം നമ്മൾ ശരീരത്തിൽ അറിയാതെ പോവുകയാണ്. അതുകൊണ്ട് ആത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങുന്നതാണ്. പ്രവർത്തനത്തിൽ പഠിക്കുന്നതല്ല, ആത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങും. ശരീരത്തിന്റെ സുഖലോലുകളിൽ കിടക്കുന്നവന് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിന്റെ അമർച്ചയിലായി പോകും ആത്മാവ്. അങ്ങനെയുള്ളവരാണ് മരണപ്രാണം എടുക്കുന്നത്. കാരണം ഈ ലോകത്തോട് പിടിവിടാൻ പാടാം. പക്ഷെ ആത്മാവിന്റെ ശോഭ ശരീരത്തിലേക്ക് വന്ന് പതിയെ പതിയെ വന്നു കഴിയുമ്പോൾ ശരീരം ആത്മാവിനോട് പതിയെ പതിയെ ചെയ്യും. ഈ ഇടയ്ക്ക് നിൽക്കുന്ന ബോധവിചാര മണ്ഡലം എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ദേഹി, ശ്രദ്ധിച്ചോണം. ഈ ദേഹി അങ്ങനെ സാധനം ഉണ്ടല്ലോ ഇതിന്റെ ഇടയ്ക്ക്. ആത്മാവ്, ദേഹം, ദേഹി. എന്റെ ഇടയ്ക്ക് നിൽക്കുന്ന സാധനമാണ് ദേഹി. ദേഹിക്കൊരു പ്രശ്നമുണ്ട്. ദേഹിക്ക് മാമോദീസായിൽ പരിശുദ്ധാത്മാവ് വ്യാപിച്ചപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ടു. കോൺഷ്യസ് ലെവലിലേക്ക് ഇത് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബോധ തലത്തിൽ ഈ ജ്ഞാനം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവനറിയാം ആത്മാവിനെ അനുസരിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ പണിയാകും എന്നുള്ള കാര്യം ഈ ദേഹിക്കറിയാം. നമ്മുടെ ഉള്ളിലെ കാര്യം പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ബോധവിചാര ഹൃദയ മണ്ഡലമുണ്ട്. ശരീരം ഇങ്ങോട്ട് പിടിക്കുമ്പോൾ 99% ആൾക്കാരും ദേഹി ശരീരത്തിന്റെ പുറകെ. മനസ്സിലായില്ല? ഉദാഹരണം, ഈ നിസ്സാരപ്പെട്ട ഉദാഹരണം പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഞായറാഴ്ച രാവിലെ ആത്മാവ് സന്തോഷിക്കും. ഇപ്പൊ ആരാധനയ്ക്ക് പോകും, കുർബാനയിൽ പോകും, കർത്താവ് ശരീരവും ഭക്ഷിക്കും. എനിക്ക് വീണ്ടും പ്രകാശത്തോളം ശരീരം. ഇന്ന് കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട്, 9 മണിക്കാണ്. അങ്ങോട്ട് പോകണം. അവിടുത്തെ ഡിസ്കോ ഡാൻസും ആനന്ദവും പാട്ടും മേളവും പിന്നെ അവിടെ വരുന്ന ആമോദങ്ങൾ, ആഘോഷങ്ങൾ. ആഹാ, ശരീരം അങ്ങനെ പറയും. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ നിൽപ്പുണ്ട്. ആര്? ബോധവിചാര മണ്ഡലം. അവനാണ് നിയന്ത്രിക്കുന്നത് എന്ത് നമ്മൾ തീരുമാനിക്കും എന്നുള്ളത്. രണ്ടും കൂടെ കിടന്ന് പിടിവലിയാവും. ആത്മാവും ജഡവും കൂടെ കിടന്ന് പിടിക്കും. റോമർക്കൽ ലേഖനത്തിലുണ്ടത്. ഗലാത്യ ലേഖനത്തിൽ 5:19 ഉണ്ട്.
ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കും. ഗലാത്യർ 5:16. അപ്പൊ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടംവലി തുടങ്ങും. അവസാനം ദേഹിയാണ് തീരുമാനമെടുക്കുന്നത് എങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പറയുന്നത് നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എവിടെ ഇരിക്കണം? ദൈവമായ കർത്താവൻ, ദൈവമായ കർത്താവെന്നല്ല, ദൈവമായ കർത്താവൻ സ്പെസിഫിക് ആണ്. ദൈവമായ കർത്താവിന്റെ വലതുഭാഗത്തിരിക്കുന്ന മശിഹാ തമ്പുരാനിൽ ആയിരിക്കണം. അവിടുന്ന് വിട്ടുപോയ ശരീരത്തിന്റെ പറയും. അതിങ്ങനെ കർത്താവിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് ദിവസവും ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് ഒരു ദിവസം ആവുമ്പോൾ മനസ്സിലാകും, എടാ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനോട് ബർത്ത്ഡേക്ക് പാർട്ടിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ എന്തിനാണ് പറയാം? പതിയെ നമുക്ക് ഇവന്റെ കൂടെ അറിയിക്കാം. അങ്ങനെ ദേഹിക്ക് ആത്മാവിന്റെ പ്രകാശം മനസ്സിലാകുകയും അങ്ങനെ ശരീരം ആത്മീകമാകുകയും ചെയ്യും. ആ ശരീരത്തിലാണ് ദൈവപ്രാപ്തവും വെളിപ്പെടുന്നത്. ആ ശരീരത്തിൽ തൊട്ടാൽ സൗഖ്യം. ആ ശരീരത്തിന്മേൽ ദൈവിക കാന്തി ഇറങ്ങും, ശരീരത്തിന് വെളിയിലേക്ക് അത് വ്യാപരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധന്മാരുടെ പടങ്ങളിൽ ഒരു തലയ്ക്ക് ചുറ്റും ഒരു ഓറ വലയം വെച്ചിരിക്കുന്നത്. എന്താണ്? ശരീരത്തിലെ പ്രകാശം അവിടെ നിൽക്കത്തില്ല, വെളിയിലേക്ക് വിടും. ഇപ്പൊ തൊട്ടടുത്ത വചനത്തിൽ അത് വരും. ആത്മാവ് വ്യാപരിക്കുന്നതാണ്, വ്യാപരിച്ചു ഒരിടത്ത് നിൽക്കത്തില്ല. ആത്മീയ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മാമോദീസയിൽ കിട്ടിയ ആത്മാവ് ഇപ്പോൾ ശരീരം ആത്മാവിനോട് സഹകരിക്കുന്നുണ്ട്. ആത്മാവിൽ നിന്ന് അത് ദേഹിയിലേക്കും, ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കും, ശരീരത്തിൽ നിന്ന് അത് വെളിയിലേക്ക് വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ റൂമാൽ വീണപ്പോൾ രോഗി സൗഖ്യമായി. എന്റെ കുപ്പായം വേണ്ടിട്ട് സൗഖ്യമാകാത്തത് എന്തുകൊണ്ടാണ്? എന്റെ ആത്മാവിലെ ശോഭ ശരീരത്തിന് വെളിയിലേക്ക് വരുന്നില്ല. കർത്താവിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടതേ ഉള്ളൂ, ശക്തി പുറപ്പെട്ടെന്നാണ് പറയുന്നത്. എവിടെ നിന്ന് പുറപ്പെട്ടു? ആത്മാവിലുള്ള ശക്തി ദേഹിയിലേക്ക് വ്യാപിച്ചിട്ട് ശരീരത്തിലേക്ക് കയറി ശരീരത്തിന് വെളിയിലോട്ട് ചാടി. അവിടെ നിൽക്കത്തില്ല. ആത്മാവിലെ ആരാധനയിൽ അതിന് ജീവനുണ്ട്, അതിന് തേജസ്സുണ്ട്. തേജസ് എന്നുള്ളതിന്റെ വാക്കിന്റെ ഹീബ്രു വാക്ക് ഖാബോദ് എന്നാണ്. ഖാബോദ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്നാണ്. വെയിറ്റ്, ഭാരം. ഇത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുള്ള, കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടത്തിയ ശുശ്രൂഷയിൽ ഞാൻ ചോദിച്ചു, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. എന്ത് വെയിറ്റ്? കർത്താവിന്റെ തേജസ്സിന്റെ വെയിറ്റ്. അത് വന്നാലേ ആനന്ദം വരത്തുള്ളൂ. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ, 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ ശലോമോൻ യെരുശലേം ദേവാലയത്തിന്റെ കൂദാശ നിർവഹിക്കുന്നു. ആ കൂദാശയിൽ ഇപ്രകാരം അവിടെ പറയുന്നു, പുരോഹിതന്മാർക്ക് യഹോവയുടെ തേജസ്സിന്റെ ശക്തി കാരണം അവർക്ക് ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ, 8-ാം അധ്യായം 11-ാം വാക്യം. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നുവെന്ന് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യുന്നതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അവർ ആ തേജസ് കണ്ടത് എങ്ങനെയാണ്? കണ്ടത്? ഈ പുറമേയുള്ള കണ്ണുകൊണ്ടാണ് കണ്ടത്. കാരണം മേഘമാണ്. ഇനി ഞാൻ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാം. 2 കൊരിന്ത്യർ 3:7 അവിടെ വായിക്കുമ്പോൾ ഇതുമായിട്ട് അങ്ങോട്ട് മാച്ച് ആവത്തില്ല. അതെന്താണ്? 2 കൊരിന്ത്യർ 3:7 എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ നീക്കമരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തെ നോക്കിക്കൂടാവണ്ണം തേജസ്സുള്ളതായിരുന്നെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഴയ
അത്രയ്ക്ക് തേജസ്. നീക്കം വരുന്നതായ മോശയുടെ മുഖത്ത് തേജസ് നിന്നും ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ആത്മാവിന്റെ ശുശ്രൂഷ അതിനേക്കാളിൽ തേജസ് ഉള്ളതായിരിക്കില്ല. എന്നിട്ട് എന്തി ആ തേജസ് കിട്ടിയവൻ അത് താങ്ങാൻ പറ്റാതെ ഭയന്നു പോകും. ഭയന്നെന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിൽ ഭയന്നു. അവൻ പിന്നെ പൊതുയോഗത്തിൽ ബഹളം ഉണ്ടാക്കുമോ? അവൻ പേടിച്ചു പോകും. ഇത് തേജസ് കിട്ടുന്നില്ല. അപ്പോൾ ജീവനുള്ള ആരാധനയല്ല നമ്മൾ അനുഷ്ഠിക്കുന്നത്. ജീവനുള്ള ആരാധന അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ആത്മാവിന്റെ ചിന്താവ്യാപാരങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പള്ളിയുടെ കാര്യങ്ങളൊന്നും നോക്കണമെന്നോ അടുത്ത പൊതുയോഗം കൂടണ്ടെന്നോ എന്നൊന്നും അല്ല അർത്ഥം. അപ്പോസ്തലന്മാരെല്ലാം പൊതുയോഗം കൂടിയവരാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അവർ യെരുശലേമിലെ സിനഡ് കൂടിയിട്ട് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി എന്നാണ് പറയുന്നത്. ഇന്ന് ഞങ്ങൾക്ക് തോന്നാറുള്ളൂ, പരിശുദ്ധാത്മാവ് ആ ഏരിയയിലില്ല. കാരണം പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ആക്ഷൻസ്, വാക്കുകൾ പരിശുദ്ധാത്മാവിലായിരിക്കും. പരിശുദ്ധാത്മാവ് കാണും. ഒരു പൊതുയോഗം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേലം വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയുടെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവിലല്ലേ എല്ലാം സോൾവ് ചെയ്യേണ്ടത്, അല്ല നമ്മളാണ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആത്മാവിൽ ആരാധിക്കുന്നില്ല. ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ അതിനായിട്ട് ഒരുങ്ങണം. തലേന്ന് പോയി ക്ലബിലും പാർട്ടിക്കും മദ്യപിച്ചിട്ടും, അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, പൊട്ടച്ചൊല്ല, ചീത്തത്തരം, കളിവാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാപൃതരായി ടിവിയിലെ കോമഡി ഷോയും കണ്ട് മറ്റു പരിപാടികൾ കണ്ടിട്ട് ഞായറാഴ്ചയോ പള്ളിയിൽ പോയേക്കാം എന്ന് പറഞ്ഞു പോയാലൊന്നും തേജസ് വരത്തില്ല. തേജസ് വരാൻ ദൈവം വെറുതെ ഇറങ്ങത്തില്ല. അവിടെ മാതാവിന്റെ ഉള്ളിൽ വരുന്നതിന് മുമ്പ് അവളെ ഓൾ ഹോളി നേച്ചറാക്കി. നിങ്ങൾക്കറിയാമോ? വിശുദ്ധി ഇല്ലാത്തൊരു ദൈവം വസിക്കത്തില്ല, പറ്റില്ല. കർത്താവിന് കോംപ്രമൈസ് ഇല്ല. അതാണ് പ്രശ്നം. നമ്മൾ താഴെല്ലാം അതിനെ വരാൻ പോകുന്നത്. റോമൻ ലേഖനം മുഴുവൻ ഇതാണ്. ഇതിന് കോംപ്രമൈസ് ഇല്ല. മാതാവിനെ വിശുദ്ധയാക്കി, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓൾ ഹോളി. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെ ഓൾ ഹോളി നേച്ചർ എന്ന് പറയുന്നത്. ഇതിൽ കത്തോലിക്ക സഭയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം താമസിക്കണം. ഒറ്റ കാര്യത്തില് കാത്തലിക് സഭ പഠിപ്പിക്കുന്നത്, അത് കർത്താവിന്റെ ആ ഉയർച്ച കാണിക്കാൻ വേണ്ടി അവർ പഠിപ്പിക്കുന്നത് മാതാവ് അമലോത്ഭവയാണെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ എന്താ? പാപം കൂടാതെ ആണ് മാതാവ് ജനിച്ചത് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പാപം കൂടാതെ ജനിച്ചത് ഒറ്റയാളേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു. മാതാവിനെ കൂടെ വീണ്ടെടുക്കുവാനാണ്. അതായത് ആദാമ്യ കുലത്തിന്റെ പരിണിത ഫലമായ മരണവും ദ്രവത്വവും തന്റെ ശരീരത്തിലും ഏറ്റെടുത്ത മാതാവിനെ കൂടെ രക്ഷിക്കുവാനാണ് കർത്താവ് വന്നത്. പക്ഷേ മരണവും ദ്രവത്വമുള്ള പാപമയമായ ഒരു ശരീരത്തിൽ കർത്താവിന് വസിക്കുവാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ മാതാവിനെ എന്ന് പറയുന്നത്. അത് തെറ്റല്ല. തെറ്റല്ല എന്ന് പറഞ്ഞാൽ തിയോളജിക്കലി നോക്കുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ തിയോളജിക്കലി നോക്കുമ്പോൾ കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ മാതാവ് അമലോത്ഭവ ജനിച്ചാൽ മാതാവിന്റെ അപ്പനും അമ്മയും അമലോത്ഭവ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ അപ്പനും അമ്മയും ജനിക്കണം. അങ്ങനെ പോണ്ടി വരും. പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് ആദാമും ഹവ്വയും ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായ മരണവും ദ്രവത്വവും പരിശുദ്ധ മാതാവിലും ഉണ്ടായിരുന്നു. എന്നാൽ ഗബ്രിയേൽ ദൂതൻ വന്ന് മാതാവിന് ദൈവത്തിന്റെ ആ വചനിപ്പ് കൊടുത്തതോടുകൂടി മാതാവിനെ വിശുദ്ധയാക്കി, കർത്താവിന് ജനിക്കുവാൻ കൊള്ളാവുന്ന ഒരു പാത്രമാക്കിയവളെ മാറ്റി ശുദ്ധീകരിച്ച് ഓൾ ഹോളി നേച്ചർ ആക്കിയിട്ടാണ് കർത്താവ് ജനിക്കുന്നത് എന്നാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് പഠിപ്പിക്കുന്നത്. പോകട്ടെ, ഞാൻ പറഞ്ഞത് ആത്മാവിലെ ആരാധനയാണ്. അപ്പോൾ അതിന് ജീവനുണ്ട്, അതുപോലെ തന്നെ തേജസ് ഉണ്ട്. തേജസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലേ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ തിരിച്ചറിയും? എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? നമുക്ക് ഈ ഒരുക്കമില്ല. നമ്മളതിനെ വളരെ ലാഘവത്തോടെ കാണുന്നു. പഴയ നിയമകാലത്ത് ഒരു ആരാധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ തന്നെ
ശുദ്ധീകരിക്കണം. അങ്ങനെയാണ് മോശ ജനത്തോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. സ്ത്രീകൾ നഖത്തിരിക്കണം, എല്ലാ കാര്യങ്ങളിലും ശുദ്ധീകരണം ചെയ്യണം, എന്നിട്ട് ഹോമിയോപാപ്പിക്കത്തുള്ളൂ. അതിനത്രയും തേജസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കർത്താവിന്റെ ബലിക്ക് എത്രമാത്രം നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുമെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലല്ലേ. ആട്ടുകൊറ്റന്മാരുടെ രക്തവും മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിന്റെ ജീവനുള്ള രക്തം നിങ്ങളുടെ നിർജ്ജീവ മനസാക്ഷികളുടെ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എത്ര വാക്യമാണത്? 9-ാം അധ്യായത്തിലല്ലേ എബ്രായ ലേഖനം 9-ലല്ലേ? കിട്ടിയില്ലേ? ഞാൻ എടുത്തരാം. ആട്ടുകൊറ്റന്മാരുടെ 9-ാം അധ്യായം 13-ാം വാക്യം. 9-ന്റെ 13. കാലുകളുടെ രക്തവും മലിനപ്പെട്ടവരെ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിന്റെ ജീവനുള്ള നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ പഴയ നിയമത്തിലെ ശക്തി ഇത്രയാണെങ്കിൽ പുതിയ നിയമത്തിലെ കർത്താവിന്റെ ഡയറക്റ്റ് രക്തത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് നമുക്കിത് കിട്ടാത്തത്? ജീവന്റെ ആരാധനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല, തേജസ്സിനെ അനുഭവപ്പെടുന്നില്ല. കാരണം തേജസ് അനുഭവപ്പെടണമെങ്കിൽ ജീവനുള്ള ദൈവം മുമ്പിൽ വന്ന് നിൽക്കണം. അതല്ല തേജസ് വ്യാപരിക്കത്തുള്ളൂ. അതിന് ആത്മാവും ദൈവം എന്നുള്ള ആത്മാവുമായിട്ട് കണക്ഷൻ കിട്ടണം. അങ്ങനെ ജീവൻ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഇവനെ അറിയുന്നത്. അതാണ് അറിഞ്ഞ് ആരാധിക്കുക എന്ന് പറയുന്നത്. തേജസ്സും ജീവനും വന്നു കഴിയുമ്പോൾ അറിഞ്ഞുള്ള ആരാധന. ഇതെന്റെ വാക്കുകൾ കൊണ്ടോ ഒന്നും എനിക്ക് പറഞ്ഞു തരാനോ വിശദീകരിച്ചു തരാനോ പറ്റില്ല. നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ്. എന്റെ വാക്കുകൾക്കൊക്കെ അതിന് പരിമിതിയുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിട്ടുപോകില്ല. അതിന്റെ അർത്ഥം പിറ്റേന്ന് നമുക്ക് മടുപ്പുണ്ടാകുകയില്ലെന്നോ ഒന്നുമല്ല. പക്ഷെ അതിനെയൊക്കെ പെട്ടെന്ന് ദൈവം തരണം ചെയ്യാനുള്ള ശക്തി തരും. ഏലിയോ ആകാശത്തൊക്കെ തീയൊക്കെ ഇറക്കിയാണ് അല്ലേ? അദ്ദേഹത്തെ പോലെ ഇത്ര ശക്തനായ ആത്മവീര്യമുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല യോഹന്നാസ്നാവാനല്ലാതെ. ഏലിയാവിന്റെ ആത്മാവോട് കൂടി ഒരുവൻ ജനിച്ചിരിക്കുന്നുവെങ്കിൽ അത് യോഹന്നാസ്നാവാൻ മാത്രമാണ്. ഏലിയാവിന്റെ ശക്തി ഉണ്ടായിരുന്നു, ഇരട്ടി ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഏലിയാവ് പോലെ ഇസബെല്ല് ഒരു വിരട്ട് കെട്ടിയപ്പോഴത്തേക്ക് ഓടി ചെന്ന് ചോരച്ചെടിയുടെ മൂടി എന്നിട്ട് എന്നെ എടുത്തു. എന്തോതിനെ ഞാൻ ഇന്ന് വായിച്ച വചനത്തിലും മോശ പറയുന്നു എന്നെ കൊന്നു കളഞ്ഞേക്കണമെന്ന് പറയുന്നു. ഈ ജനത്തിന്റെ മുഴുവൻ സഹായിച്ച് എനിക്ക് പറ്റത്തില്ല, എന്നെ കൊന്നു കളഞ്ഞാൽ അത്രയും വേണം. അതങ്ങനെയൊക്കെ വരും. പക്ഷെ അവിടെ ദൈവം വേറെ ശക്തി കൊടുക്കുകയാണ്. ആത്മാവിൽ നിന്നുള്ള ശക്തി പരഭാരം ഇറങ്ങണം. അപ്പോൾ നമ്മൾ എപ്പോഴും ആരാധിക്കുമ്പോൾ കർത്താവെ ആത്മാവിൽ നിന്നെ ആരാധിക്കുവാനുള്ള ഒരു ശക്തി, ആത്മാവിൽ നിറഞ്ഞ് അല്ലേ ആരാധിക്കണം. അല്ലാതെ ജഡം കൊണ്ട് ആരാധിക്കരുത്. പലപ്പോഴും ആത്മാവിലല്ല നമ്മൾ ആരാധനയെങ്കിൽ നമ്മുടെ ആരാധനയെല്ലാം ജഡത്തിലാണ്. ഒരു 90% ആൾക്കാർ ജഡീകാരാധനയാണ് നടത്തുന്നത്. അതായത് പള്ളിയിൽ വരുന്നത് എന്തിനാണ്? ഞാൻ പലർക്കും പറഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിൽ വരുന്നത് എന്തിനാണ്? ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പഴയ അമ്മച്ചിമാർ പോയതുപോലെ കർത്താവിനെ കാണാനാണ്. ഭാഷയൊന്നും അവിടെ ഇഷ്ടമല്ല. സുറിയാനിയോ ഗ്രീക്കോ ജർമ്മനോ അറബിയോ എന്ത് വേണമെങ്കിൽ ചൊല്ലിക്കോ. അവിടെ ചെന്നാൽ എനിക്ക് കർത്താവിനെ കാണാം. ഇന്ന് വരുന്നത് എന്തിനാണെന്നറിയാമോ? പൊതുയോഗത്തില് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം എന്തായിരിക്കും? ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ പൊതുയോഗത്തിൽ കയറാൻ പറ്റില്ല. കാരണം കുർബാനയുള്ളതാണല്ലോ. അപ്പൊ കുർബാനയുള്ളത് പൊതുയോഗത്തിൽ ഇരിക്കാൻ, കുമ്പസാരിക്കുന്നത് പൊതുയോഗത്തിൽ ഇരിക്കാൻ, കുമ്പസാരിക്കുന്നത് കല്യാണം കഴിക്കാൻ. അനുഭവിക്കാനല്ല, കല്യാണം കഴിക്കണേ കുമ്പസാരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അതിന് വേണ്ടി വരും. നമ്മൾ ചോദിക്കുമ്പോൾ പറയും അങ്ങനെ വലിയ പാപം അങ്ങനെയൊന്നും ഇല്ല.
പാരാസെറ്റമോൾ എഴുതി കൊടുക്കുകയുള്ളൂ രക്ഷ. എല്ലാത്തിനും ഒറ്റ മരുന്നാണ് പാരാസെറ്റമോൾ. ചിലരുണ്ട് ഉപസാരിക്കാൻ വരുമ്പോഴേ അവരിരുന്ന് പ്രാർത്ഥിക്കും. ഓരോ വെറൈറ്റിയാണ്. അവരിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഭാവിയെ എന്നോട് തന്നെയാണ്, പലതിലും ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണം. ഇത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ സമയം മെനക്കെടുത്തണം. അവരുടെ വിചാരം ഇങ്ങനെ ഇരുന്നൊന്നും പറയുന്നതാണ് ഉപസാരം എന്നാണ്. ഇനി വേറെ കൂട്ടറുണ്ട്. പുരോഹിതൻ പറയും, മുന്നമേ നടത്തിയ കുമ്പസാരത്തിന് ശേഷം ദൈവസന്നിധിയിൽ പിടിച്ചുപോയ എന്തെങ്കിലും കാര്യങ്ങളും ഏറ്റുപറയാനായിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പതുക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ഇന്ന പോലെ ഒരു കാര്യം ചെയ്യണമെന്ന്. അമ്മായിമ്മയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്നതിൻ്റെയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് തോന്നുന്നു റൂട്ടങ്ങ് പോയി കേട്ടോ, വേറെ റൂട്ടിലോട്ട് പോയി. സ്വന്തം കാര്യമല്ല പറയുന്നത്. അമ്മായിമ്മയായി, ഭർത്താവായി, ഭർത്താവിൻ്റെ അപ്പനായി ആ റൂട്ടിലേക്ക് അങ്ങ് പോകും. നമ്മുടെ കാര്യമൊന്നുമില്ല. സനാച്ചൻ പറയും, ഒരു കാര്യം ചെയ്യും, ഇപ്പം പറഞ്ഞതെല്ലാം അമ്മായിമ്മയുടെ കുറ്റമല്ലേ, അവരുടെ പാപമല്ല, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ഇനി വേറെ സംസാരിക്കാൻ പറയേണ്ടില്ല. ഒരച്ഛനങ്ങനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അമ്മായിമ്മ വിളിച്ചോണ്ട് വരാൻ. എന്തിനാ അച്ഛൻ? പാപന പ്രാർത്ഥന നടത്തണ്ടേ ലാസ്റ്റ്? അതെന്താ? നീ പറഞ്ഞ മുഴുവൻ അവരുടെ കുറ്റമല്ലേ, നിന്റെ കുറ്റമെല്ലാം പറഞ്ഞോ. നിന്റെ പ്രയാസവും കുറ്റവും നീ ചെയ്ത പാപം പറഞ്ഞാലേ നിനക്ക് പാപനം നടത്താൻ പറ്റത്തുള്ളൂ. നീ പറഞ്ഞത് മൊത്തം അമ്മായിമ്മയുടെ കുറ്റമാണ്. അതുകൊണ്ട് ഞാന് പാപന പ്രാർത്ഥന അമ്മായിമ്മയ്ക്ക് കൊടുക്കാൻ, നീ പോയി അമ്മായിമ്മയെ വിളിച്ചുകൊണ്ട് വരിക. കർത്താവ് പറഞ്ഞാൽ നീ പോയി 5 ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാലേ പോയി. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ആത്മാവിലെ ആരാധനയിൽ തേജസ് വന്ന് നിറയുന്നത് നമുക്ക് ആത്മബോധത്തിൽ അനുഭവപ്പെടണം. അപ്പോൾ അവനെ നിങ്ങൾ മുഖാമുഖമായി കാണും. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം എടുത്താമോ? ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഞാൻ അവനെ ഇപ്പോൾ എന്റെ കണ്ണാൽ കണ്ടുവല്ലോ. ഇതുവരെ അങ്ങനെയല്ല കണ്ടിരുന്നത്. ഒരു കേട്ടുകേഴ്വി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5-ാം വാക്യം, 42-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ എന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ എന്നെ കാണുന്നു എന്ന് പറഞ്ഞു. നേരെ കണ്ണുകൊണ്ട് കാണണം. ഈ കേട്ടുകേഴ്വിയിലാണ് ഇയ്യോബ് സുഹൃത്തുക്കളോട് തർക്കിക്കാനൊക്കെ പോയത്. കർത്താവിന് വേണ്ടിയാ തർക്കിച്ചതൊക്കെ. പക്ഷെ ഇയ്യോബ് പോലും പിന്നെ പറയുണ്ടായി, എനിക്ക് മടുത്തു. എന്താണ്? ഈ കേട്ടുകേഴില്ല, കണ്ടില്ല, കാണണം. യേശുവിനെ കാണണം. അങ്ങനെ കാണാൻ പറ്റുമെന്നേ. നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, നല്ല വെട്ടിപ്പായിട്ട് വന്ന് നിൽക്കും. ഈ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, അത് വേറെ കണ്ണാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അനുഭവിച്ചറിയാമെന്നല്ല. ആഗ്രഹിച്ചാൽ വരും, ഇല്ലേ വരത്തില്ല. വിശുദ്ധിയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ സമ്പൂർണ്ണ വിശുദ്ധിയായി, മാതാവിന്റെ അത്രയും വിശുദ്ധിയായിട്ടൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അത് നമ്മളോട് സമ്മതിക്കുക. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന വിശുദ്ധിയിൽ കർത്താവ് ഇരിക്കുന്ന കാരണം ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ തേജസ്സിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കുക. വിട്ടുമാറാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും വിട്ടേച്ച് പോയാലും പിടിച്ച് നല്ല തല്ലി പിടിച്ചോണ്ട് വരും. അല്ല, 1-ാം തരം കീറി കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നിട്ട്, എബ്രായലേഖനത്തിലും പത്രോസ് ശ്ലീഹാ പറയുന്ന പോലെ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ, അല്ലെ, ആ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവൻ അപവാദം വരുത്തുന്നവനുമായിരിക്കുന്നതാണ്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ദൈവത്തിന്റെ ശക്തിയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും അറിഞ്ഞിട്ടുള്ളവർ പിന്മാറിപ്പോയാൽ അവർ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവൻ അപവാദം വരുത്തുന്നവനുമായിരിക്കും. അവരുടെ അവസാനം നാശം തന്നെ. വലിയൊരു ആത്മീയ സൗഭാഗ്യത്തിലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഈ സന്തോഷത്തെ അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല? നമുക്ക് സന്തോഷത്തെ അറിഞ്ഞാൽ ഈ
സന്തോഷം ശരിക്കും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രധാന കാര്യം കർത്താവാകും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയേണ്ട, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം നിങ്ങളിൽ അന്വർത്ഥമാവും. എന്ത് കാര്യത്തിനും നമുക്ക് കർത്താവ് കൂടെ ഉണ്ടാവും. എന്ത് കാര്യത്തിനും കർത്താവിനെ കൂടാതെ ചെയ്യാനും നമുക്ക് സാധിക്കില്ല. അതാണ് ഈ ആത്മാവിൽ കർത്താവിനെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ആരാധനയ്ക്ക് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അനുഭവമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയും അത്രയും ഊന്നി തന്നെ പറയുന്നത്. കാരണം ശരീരം രക്തം അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി. ദേവാലയത്തോട് വളരെയധികം അറ്റാച്ച്ഡ്, വളരെ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നതുമായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ചില അസുഖങ്ങളൊക്കെ വന്നു. പിന്നെ ദേവാലയത്തിൽ നിന്ന് ചില പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടി വന്നു. വേണ്ട വിലയൊന്നും അവിടെ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് മടുത്തിട്ട് ദേവാലയത്തിൽ നടക്കുന്ന പുരോഹിതന്മാരുടെയും സഭയിൽ നടക്കുന്ന പൗരോഹിത്യ വൃന്ദത്തിന്റെയൊക്കെ മൂല്യച്യുതിയും അപജയമൊക്കെ കണ്ടിട്ട് മനസ്സ് മടുത്തിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ പള്ളിയിൽ പോകാറില്ല, പോകത്തില്ല. അവിടെ പിള്ളേരെല്ലാം ന്യായീകരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവിടെ എല്ലാം നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഇങ്ങനെയാണല്ലോ, പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത്? എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എങ്ങനെ ആരാധനയോടും പ്രാർത്ഥനയോടും ദേവാലയത്തോടും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം പറയുന്നത്. എനിക്ക് പോകാൻ താല്പര്യമില്ല. തൊട്ടടുത്താണ് ദേവാലയം, തൊട്ടടുത്ത് നടന്ന് നീങ്ങിയാൽ 3 മിനിറ്റ് എടുക്കത്തുള്ളൂ. അത് മലങ്കര സഭയിലെ ഏറ്റവും പ്രമാദമായ ഒരു ദേവാലയത്തിലെ അംഗം. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നിട്ട് എനിക്ക് വിഷമം തോന്നി. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഒരു ബോധ്യം തന്നു, ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പ്രാർത്ഥന എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലേ? വീട്ടിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിച്ചാൽ എനിക്ക് പിന്നീട് ബോധ്യമായി. അത് ചെയ്തു, കുഴപ്പമില്ല. പ്രൊവൈഡഡ്. കർത്താവിന്റെ തിരിശരീരവും തിരത്തോ ഈ വീട്ടിൽ തനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല. കർത്താവിന്റെ ശരീരത്വവും ഈ വീട്ടിൽ നിന്ന് അച്ചായന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇല്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോകണം. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. അത് നിന്നെ ബാധിക്കേണ്ട കാര്യമില്ല. കർത്താവിനെ ക്രൂശിച്ചത് കർത്താവ് വിരോധികൾ, കള്ളന്മാരുടെ ഇടയിൽ അല്ല, നീതിമാന്മാർ എല്ലാവരും വിശുദ്ധരായിട്ടല്ല കർത്താവിന്റെ ബലിയർപ്പണം നടന്നു. അത് നീ നോക്കേണ്ട കാര്യമില്ല. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കേണ്ടത്. പിന്നെ നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു ദേവാലയത്തിന്റെ പോക്കിലോ അല്ലെങ്കിൽ അപച്യുതിയിലോ ഒരു പുരോഹിതന്റെ നടത്തത്തിലോ അവന്റെ ജീവിത രീതിയിലോ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ നീ എന്തുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കാതെ? നിനക്ക് കിട്ടാത്ത ഒരു സാധനം കിട്ടുന്ന സ്ഥലമാണ് ദേവാലയം. അവിടെ പോകണം, അല്ല കിട്ടത്തില്ല. ആത്മാവിൽ ആരാധിക്കാൻ വിശുദ്ധ ബലി കഴിഞ്ഞേ മറ്റെന്തോളൂ. അതിന്റെ ബാക്കി ഭക്തമായിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നു നിന്ന് ആ ആത്മാവിൽ നിന്ന് പകരപ്പെട്ട ഒരാത്മാവുണ്ട്. അടുത്ത വചനം വായിക്കാം. അത് അതിനകത്തുണ്ടാ കാര്യം. അടുത്ത വചനം 11-ാം വാക്യം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അല്ല, മനസ്സിലായോ? അതായത് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി നിങ്ങൾക്ക് ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് ആണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ ആത്മീക വരം എന്നുള്ളത് പൗലോസ്ലീഹ അവർക്ക് നൽകേണ്ടതിന് എന്ത് ചെയ്യണം? എനിക്കും നിങ്ങൾക്കും
വിശ്വാസത്താൽ നിങ്ങളോടുകൂടി എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ യാചിക്കുന്നു. പൗലോസ് അവരെ കാണുവാൻ ആഗ്രഹിക്കുന്നത് 2-3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എനിക്കുള്ള ആത്മീക വരം നിങ്ങളിലേക്ക് പകരപ്പെട്ടിട്ടുണ്ട്, അതുമൂലമാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഈ ആത്മീക വരം പകരുന്നതാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തുടങ്ങുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ് നമ്മളിലേക്ക് കിട്ടുന്നത്. നെഹമ്യാവ് 19-ാം അധ്യായം 20-ാം വാക്യം. നെഹമ്യാവ് 19-ാം അധ്യായം 20-ാം വാക്യം. ഇന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ബോധ്യം എനിക്കുണ്ടായത്. നെഹമ്യാവ് 19-ാം അധ്യായം 20-ാം വാക്യം എന്ന് വായിച്ചേ. 19-ാണ് ഞാൻ പറഞ്ഞത്. സോറി, 9-ാം അധ്യായം 20-ാം വാക്യം. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അത് യെരമ്യാ പറയാണ്, ഞാൻ അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ തന്നിട്ടുണ്ട്. ഇനി ഈ ആത്മാവ് വ്യാപരിക്കുന്നതാണ്. അത് മോശയുടെ സമയത്ത് ഉണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയുള്ളൂ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം, ജനമെല്ലാം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. ആകെ പ്രശ്നമായി. ഞങ്ങൾ എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? അവിടെ ഒന്നാന്തര ഇറച്ചി ഉണ്ടായിരുന്നു, വെള്ളം കിട്ടുമായിരുന്നു. ഇവിടെ ഇറച്ചിയില്ല, വെള്ളമില്ല. ഒരു മന്ന എന്ന് പറഞ്ഞൊരു സാധനം വായിരിക്കാൻ കൊള്ളില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. ആകെ ഉണ്ടാക്കിയ ഒരു മന്നയാണ്. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മന്നയോ പത്തമ്പാതിരി പോലെയും അതിൽ നിന്നും പുല്ലുകളിന്റെ പോലെയും ആയിരുന്നു. ജനം നടന്ന് പെറുക്കി തിരികളിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പൊഴിഞ്ഞ് അപ്പുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ 11-ാം വാക്യത്തിൽ, അപ്പോൾ മോശെ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്തിന്? ആകെ വിഷയമായി. ഇവർക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. മന്നായൊന്നും പോരാ, മിസ്രൈമിലെ ഇറച്ചി തന്നെ വേണം. പള്ളിയിൽ പോയാൽ ഒരു സന്തോഷമില്ല, ക്ലബിൽ തന്നെ പോണം. അതാണ് അതിന്റെ അർത്ഥം. അവിടുത്തെ ഡാൻസും വേണം, കൂത്തുമൊക്കെയാണ് താല്പര്യം. കുർബാനയാണ്, എന്താ കുർബാന അവിടെ ചുമ്മാ ആകപ്പാടെ എന്ന് പറഞ്ഞ് നമ്മളിരിക്കുകയാണ്. അപ്പോൾ മോശ പറയാണ്, നീ അടിയനെ മറച്ചത് എന്തിനാണ്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചത് എന്തിനാണ്? മുലകുടി കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ എന്താ പ്രസവിച്ചു? എന്തൊരു ചോദ്യമാണ് മോശ ചോദിക്കുന്നത്. ദൈവത്തോട് അങ്ങോട്ട് ചൂടാവുകയാണ്. ആ ദേഷ്യമാണ്. ഇതിനൊക്കെ ഞാൻ പറ്റിയിട്ടാണോ ഞാൻ പുറത്തെടുത്തോണ്ട് നടക്കുന്നത്? എനിക്ക് വേറെ ജോലി ഉണ്ടെന്നുള്ളതാണ് മോശ പറയുന്നത്. ഞാൻ അവരെ പ്രസവിച്ചോ ഈ ജനത്തിനൊക്കെയും കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? എല്ലാവരും ഇറച്ചി വെച്ചോണ്ടിരിക്കുക. അവർ ഇതാ ഞങ്ങൾ തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെ വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. മോശയെ സമ്മതിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഇടവകയെ ഭരിക്കാൻ ഒരു വികാരി എന്തുമാത്രം ഭാരപ്പെടും? മലങ്കര സഭയിലെ ഏറ്റവും വലിയ ഇടവകയിൽ ഒരു വികാരിക്ക് ഉണ്ടാകുന്ന ഭാരം എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. അതുപോലെ ഭാരമാണ് സഭയെ ഭരിക്കുന്ന മേലധ്യക്ഷന്മാർക്കും മെത്രാപ്പോലീത്തമാർക്കും. ഇത് വലിയ ചെറിയ പരിപാടിയല്ല, തീയാണ് ഈ സാധനം. മലങ്കര സഭയിൽ എല്ലാം കൂടെ എത്ര പേരാണ്? ഇപ്പോൾ ഒരു ഇടവകയിലൊന്നും എല്ലാം കൂടെ എത്ര പേരാണ്? ഏറ്റവും വലിയ ഇടവകയിൽ. ഇപ്പോൾ ദുബായിലെ ഇടവക അല്ലെങ്കിൽ കുവൈറ്റിലെ ഇടവക വലിയ ഇടവകളാണ്. 3500-4000 വീട്ടുകാരുണ്ട് ഒരു പള്ളിയിൽ. ഒരു 15,000-20,000 പേര് വരും ദുഃഖവെള്ളിയാഴ്ച സർവീസിന്. ഇത്രയും ജനത്തെ ഒന്ന് വഹിച്ചുകൊണ്ട് പോകാൻ ഒരു പുരോഹിതൻ കിടന്ന് പെടാപ്പാട് വിടുന്നത് നമുക്ക് കാണാം. എത്ര പേരാണ്? 20,000 പേര്. ഇവിടെ എത്ര പേരാണെന്ന് അറിയാം?
ലക്ഷം പേരാണ്. ഒറ്റ ഒരുത്തൻ പറഞ്ഞില്ലല്ലോ അത്ഭുതമുള്ളൂ. അതിന് ദൈവം കൊടുക്കുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. 17-ാം വാക്യം നോക്കി, 16 വായിക്കാം. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാധാനത്തിന് നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. ഈ ഡിവിഷൻ ഓഫ് അതോറിറ്റിയാണ്. അത് പണ്ട് ഇത്രോ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത്രയാണ് മോശയ്ക്ക് ടെക്നിക്ക് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഹോവ പറഞ്ഞു, നീ 70 പേരെ വിളിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞു. എന്നിട്ടോ അവിടെ ഞാൻ ഇറങ്ങി ചെന്ന് നിന്നോട് അരുളി ചെയ്യും. എന്താണ് അരുളി ചെയ്യുന്നത്? ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. മോശയ്ക്കുള്ള ആത്മവീര്യത്തെ, മോശയുടെ ഭാരം കുറയ്ക്കുവാനായിട്ട് അതെടുത്ത് ഈ 70 പേരുടെ മേൽ പകരും. അങ്ങനെ പറയുമ്പോൾ മോശയുടെ ആത്മാവിൽ നിന്ന് കുറയത്തൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഇത് പകരണം എങ്കിൽ നീ വിളിച്ചുകൊണ്ട് വരണം. എന്നിട്ട് നിങ്ങൾ 25-ാം വാക്യം വായിച്ചേ. എന്നാറെ യഹോവ മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. അതാണ് ആത്മവ്യാപാരം. വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് പകരപ്പെടുമ്പോഴാണ് ഈ കാബോധ് ഉണ്ടാകുന്നത്. എന്താണ് കാബോധ്? വെയിറ്റ്, തേജസ് ഉണ്ടാകുന്നത്. പകരപ്പെടണം, വിശുദ്ധിയിൽ പകരപ്പെടണം. ഇനി നിങ്ങൾ 1 ശമൂവേൽ 19-ാം അധ്യായം 18 മുതൽ വായിച്ചു. 1 ശമൂവേൽ 19-ാം അധ്യായം 18 മുതൽ വായിച്ചു. 1 ശമൂവേൽ 19-ാം അധ്യായം 18 മുതൽ. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അറിയിച്ചു. അപ്പോൾ ദാവീദിനെ ഓടിച്ചിട്ട് പിടിക്കാനിരിക്കുക ശൗല്. അപ്പോൾ ശൗൽ ഇങ്ങനെ, ദാവീദ് ഇങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണ്. ശൗൽ പുറകെ ഓടുക. എന്നിട്ടോ പിന്നെ അവന് ശമൂവേൽ പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. അന്നേരം ദാവീദ് രാമയിലെ നയ്യോത്തിലുണ്ട് എന്ന് ശൗലിന് അറിവ് കിട്ടി. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവർ തലവനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. ശൗൽ അതറിഞ്ഞു. അതായത് ഇവരുടെ ശൗൽ അയച്ച ദൂതന്മാർ ശമൂവേലിന്റെ പ്രവാചകന്മാരിൽ നിന്ന് ആത്മാവിനെ സ്വീകരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ശൗൽ എന്നാൽ ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ ശൗലിന്റെ മേലും ഈ ആത്മാവ് വ്യാപരിച്ചു. അങ്ങനെയാണ് ശൗല് പ്രവാചകത്തിലുണ്ടോ എന്നൊരു ചൊല്ലു വരെ ഉണ്ടായി. മനസ്സിലായോ? ഇത് എങ്ങനെയാണ് വ്യാപരിച്ചത്? ശമൂവേലിന്റെ അടുത്ത് വന്നപ്പോഴും, മോശയുടെ അടുത്ത് വന്നപ്പോഴാണ് ഇത് വ്യാപിച്ചത്. കർത്താവിന്റെ അടുത്തില്ല. എന്റെ അടുക്കിലേക്ക് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും അടുത്ത് വരും എന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ലെ? ഇത്തിരി സമയമായി, നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ആത്മവ്യാപാരം. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഈ ആത്മവ്യാപാരത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥന, ജീവനുള്ള ആരാധന, തേജസ്സുള്ള ആരാധന, അറിയുന്ന ആരാധന. ഇതൊക്കെയാണ് ജീവനുള്ള ആരാധന, തേജസ്സുള്ള ആരാധന, അറിയുന്ന ആരാധന. അവിടെ തേജസ് വ്യാപരിക്കുകയും ആത്മാവ് പകരപ്പെടുകയും ചെയ്യും. ആത്മാവ് പകരപ്പെടുമ്പോഴാണ് നമുക്ക് വെയിറ്റ് അനുഭവപ്പെടുന്നത്. ഒരു സാധനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴല്ലേ നമുക്ക് ഭാരം തോന്നുമല്ലോ. ദൈവത്തിന്റെ തേജസ്, അതായത് 2 കൊരിന്ത്യർ 3:7 പറയുന്ന ശിക്ഷാവിധ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കില്ലയോ എന്ന് പറയുന്ന ദൈവത്തിന്റെ തേജസ് ആ അധികമായിട്ട് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് കർത്താവിൽ നിന്നും നമ്മുടെ മേൽ പകരപ്പെടണം. ഇത് മാമോദീസായി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യം പറഞ്ഞതുപോലെ പൊട്ടണം. അവിടെ നിന്ന് വളർന്ന് വരണമെങ്കിൽ ദൈവത്തോട് അടുത്തിരുന്ന് അതിനെ റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് ജീസസ് പ്രേയറായിട്ട് നമുക്ക് ദൈവസനയിൽ നമുക്ക് തന്നെ താഴ്ത്തി